തുടങ്ങിക്കോളൂ കേട്ടോ ഹസീന മാം. Okay, sir. Very warm good evening, all of you. ഞാൻ ഹസീന, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. മാസ്റ്റേഴ്സ് കൗൺസിലിംഗ് സൈക്കോളജിയിലാണ് ചെയ്തത്, അതുകൊണ്ട് കൗൺസിലിംഗും കൊടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 23rd ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ് ഞാൻ. നമ്മളെല്ലാവരും ഇപ്പോഴുള്ളത് വിംബിൾ അക്കാഡമി സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലാണ്. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയവരാണ് ഇവിടെ സെഷൻസ് ലീഡ് ചെയ്യാൻ വരുന്നത്. ഒരു മികച്ച ട്രെയിനർ ആകുവാനുള്ള ഈ ഒരു കോഴ്സ് നമ്മുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുവാനും അതിലൂടെ നല്ല അവസരങ്ങൾ ലഭിക്കുവാനും നമ്മെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളരെയധികം ഉയർത്തുവാനും ഇത് സഹായിക്കുന്നുണ്ട്. ഈ പ്രൊഫഷണൽ ട്രെയിനിങ്ങിലൂടെ നമുക്കൊരു ടീം വർക്ക് മെച്ചപ്പെടുത്താനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെ നമ്മളെ ഏറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അറിവുകളും കഴിവുകളും കാലത്തിനനുസരിച്ച് വികസിപ്പിച്ചെടുക്കാനും നമ്മെ സഹായിക്കുന്ന ഒരു പ്രധാന മാർഗം കൂടിയാണ് നമ്മുടെ ഈ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ്. ഈ അവസരത്തിൽ നമ്മുടെ ഫൈസൽ സാറിനും അർച്ചന മാമിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ബിക്കോസ് നമ്മൾ വിബിൾ അക്കാഡമിയിൽ വന്ന് ജോയിൻ ചെയ്ത അന്ന് മുതൽ അവർ നമുക്ക് തരുന്ന സപ്പോർട്ട് വളരെയധികം വലുതാണ്. സോ താങ്ക് യു ഫൈസൽ സർ ആൻഡ് താങ്ക് യു അർച്ചന മാം. നമ്മുടെ ഇന്നത്തെ ഈ ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മൾ സംസാരിക്കാൻ എത്തുന്നത് നമ്മുടെ ഷഹനാസ് മാം ആണ്. ഷഹനാസ് മാം കണ്ണൂരാണ് സ്ഥലം. മാം ഒരു കിൻഡർഗാർട്ടൻ ടീച്ചറാണ്, അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ കൂടിയാണ്. മാം ഇപ്പോഴുള്ളത് UAE-യിലാണ്. ഇനി മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നതാണ്. CSE അഥവാ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നത് കുട്ടികൾക്കും കൗമാരക്കാർക്കും മുതിർന്നവർക്കും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമഗ്ര പഠന രീതി കൂടിയാണ്. അതിലുപരി ഇന്നത്തെ കാലത്ത് ഇത് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൂടിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് പകർന്നു തരുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ ഷഹനാസ് മാമിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഷഹനാസ് മാം. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വളരെ ഇൻട്രസ്റ്റോട് കൂടി എത്തിയ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സെഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഹസീന മാം, ഒരു അടിപൊളി ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നതിന് ഒരുപാട് താങ്ക്സ്. അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വിംപിൾ അക്കാഡമിയുടെ ഈ ഒരു സ്പേസ് എനിക്ക് കിട്ടിയത്, എനിക്കിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് പോലും ഞാൻ ട്രെയിനിൻ്റെ കോഴ്സ് ചെയ്തതുകൊണ്ടാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് പ്രത്യേകം നമ്മുടെ ഫൈസൽ സാറിനും നമ്മുടെ അർച്ചന മാമിനും നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ ഞാൻ 23rd ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് പറയണതിൽ. ഞങ്ങളൊരു ടീമായിട്ട് ഇവിടെ ഇരിക്കണ എൻ്റെ ഒരുപാട് ബാച്ച് മേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അവർ തരുന്ന സപ്പോർട്ടും സ്ട്രെങ്ത് ഒക്കെ തന്നെയാണ് ഈ ഒരു ഒരുമിച്ച് നേടാമെന്നുള്ള ഈ ഒരു നമ്മുടെ ഒരു ടാർഗറ്റോടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു സോ മച്ച്. എൻ്റെ ബാച്ച് മേറ്റ്സിന് എന്നും സ്നേഹത്തോടെയാണ് എനിക്ക് ഓർക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം അല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നോ? വിഷു ഒക്കെ കഴിഞ്ഞ് ഒരു ആഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ അല്ലേ? നമുക്ക് എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് ഞാൻ ഒന്ന് ഇത് കൂടെ ഷെയർ ചെയ്യുന്നു കേട്ടോ. ഒരു മിനിറ്റ്. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? Host ആണ്, you should be able to. Yeah. 1 minute. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ? ഷെയർ ക്ലിക്ക് ചെയ്ത വീണ്ടും ആ ഫയൽ എടുത്തിട്ട് ഒന്നുകൂടെ ഷെയർ ക്ലിക്ക് ചെയ്യണേ. ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, ഷെയർ ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാം. അതെ, അത് ഫുൾ സ്ക്രീൻ ആക്കുവോ? ഫുൾ സ്ക്രീൻ ആണോ? ഫുൾ സ്ക്രീൻ ആക്കാം. ഒരു മിനിറ്റ്, അത് പ്രിവ്യൂ ചെയ്യട്ടെ. ചെറിയൊരു ട്രബിൾ ഉണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാവരും. സോറി. അവിടെ താഴെ ആ ഫുൾ സ്ക്രീനിന്റെ ഒരു ബട്ടൺ ഇല്ലേ PPTയുടെ താഴെ റൈറ്റ് സൈഡില്? ഓക്കെ. ഇപ്പൊ കാണാലോ അല്ലേ? യെസ്. ഓക്കെ.
അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിതൊരു സെഷനായിട്ട് ഒരു 1 hour സെഷൻ നമ്മളിത് പറയും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇൻ ബിറ്റ്വീൻ ഉണ്ടാവുന്ന എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നമുക്കത് ക്ലിയർ ചെയ്ത് തന്നെ എൻഡ് ഓഫ് ദ സെഷൻ നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആണ് നോളജ് പ്രൊട്ടക്ട്സ് അണ്ടർസ്റ്റാൻഡിങ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. What it is, why it matters, and how you can support it at home and school. Okay. ഒരു മിനിറ്റ്, സ്ലൈഡ് മൂവ് ചെയ്യണില്ലല്ലോ. ആരോ ക്ലിക്ക് ചെയ്ത് നോക്കിക്കേ. യെസ്, ഒരു മിനിറ്റ്. മൂവ് ചെയ്തല്ലോ. ഓക്കെ ഇപ്പം പഴയത് വന്നു. okay. Now the next one. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് കവർ ചെയ്യാൻ പോണെന്ന് കൂടെ സംസാരിക്കാം. 7 ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യാൻ പോണത്. അതിലൊന്ന് എന്താണ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയുന്നു. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, പിന്നെന്താണ് കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ള കുറെ കൺസേൺസ് ഉണ്ടാവും അല്ലേ. പിന്നെന്താണ് നമ്മൾ കോമൺ ആയിട്ട് ഈ പാരൻസും ടീച്ചേഴ്സൊക്കെ ഉയർത്തുന്ന അവരുടെ വേവലാതികളും അതിനുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സും ഒക്കെയാണ്. പിന്നെ ഉള്ളത് എന്താണ്, എവിഡൻസ് എന്ത് പറയുന്നു, പിന്നെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ ചേർന്നിട്ട് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും എന്താണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, what is comprehensive sexuality education? It is a structured, age-appropriate program that teaches children about their bodies, relationship, feelings, and rights. It gives them accurate information and skill to make safe, healthy decision. കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ നമ്മൾ എന്താണ്, സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. അതായത് അതിൽ ഒരുപാട് ഏരിയ ഉണ്ട്. അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് നമ്മളിത് പഠിപ്പിക്കുന്ന സമയത്ത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതായത് 3 to 5 years ആയിട്ടുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആയിരിക്കില്ല ഒരിക്കലും ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെന്താണ്, അത് വെറും എന്താണ് നമ്മുടെ ബോഡീസിനെ പറ്റിയിട്ടല്ലേ, നമ്മൾ കണ്ണും മൂക്കും ഒക്കെ പറയുന്ന പോലെ നമ്മളെല്ലാ ബോഡി പാർട്ടിനെ പറ്റിയും പറയുന്നുണ്ട്. നല്ല ബന്ധങ്ങളെ പറ്റിയിട്ട്, അവരുടെ വികാരങ്ങളല്ല, കുട്ടികൾക്ക് പല മാറ്റങ്ങളിലൂടെ അവിടെ കടന്ന പോലെ ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറെ ആങ്കർ ഇഷ്യൂസ് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങളിലൂടെ അവർ പോകുന്നുണ്ടാവും. അപ്പൊ ആ ഫീലിങ്സിനെ പറ്റിയിട്ടും അവരുടെ അവകാശങ്ങളെ പറ്റിയിട്ടും ഒക്കെ എന്താണ് നമ്മൾ ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്ന എന്തിനാണ്, അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ട് സ്കില്ലാണ്. ഇതൊരു എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുന്ന നല്ലൊരു സ്കില്ലും അവരേറ്റവും സേഫായിട്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ്, നമ്മുടെ മക്കൾ സേഫായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അല്ലേ. ഒരു ആസ് എ പാരന്റ് നമുക്ക് ഏറ്റവും വലിയ എന്താണ്, നമ്മൾ പല ന്യൂസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ, എല്ലാ മക്കളും ഒന്ന് സേഫ് ആയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. അപ്പൊ അവരുടെ സേഫ്റ്റി ഉറപ്പ് തരുന്ന, അതായത് ഹെൽത്തി ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. ഇതിലെന്താണ് നോക്കുക അല്ലെ, എന്താണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ട് ഇൻ ദ റൈറ്റ് ലെവൽ ഫോർ ഈച്ച് ഏജ് ഗ്രൂപ്പ്, കവേഴ്സ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇൻക്ലൂഡ് പേഴ്സണൽ സേഫ്റ്റി ആൻഡ് കൺസെന്റ്, ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇതിൽ 4 എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് പ്രോഗ്രാം പറഞ്ഞ് നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആണെന്ന് പറഞ്ഞല്ലേ. ഓരോ കുട്ടികൾക്ക് അവരുടെ ഏജിനനുസരിച്ചുള്ള അവരുടെ ഡെവലപ്മെന്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അവരുടെ ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ് മാത്രമല്ല ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവരുടെ സേഫ്റ്റി നോക്കുന്നുണ്ട്. കൺസെന്റ് എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ഇഷ്യൂ വരുന്ന സമയത്തും നമ്മളുടെ ഫസ്റ്റ് കാര്യം നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഒരു പ്രശ്നം വന്ന് അല്ലെങ്കിൽ നമ്മളൊരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോയി നമ്മളെ ഏറ്റവും സേഫ് ആയിട്ട് ഒരിടത്ത് നമ്മൾ എങ്ങനെ അത് പറയുന്നു എന്നുള്ളത് ഭയങ്കര മാറ്റർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഇത് സഹായിക്കുന്നു. നമുക്ക് നോക്കാം ഇതൊന്നും വാട്ട് ഇറ്റ് ഈസ് നോട്ട്, എന്തല്ല കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, അതായത് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്തല്ല എന്ന് കൂടെ പറയുന്നത്. ഇറ്റ്സ് not just about sex,
not graphic and inappropriate, not about encouraging early sexual activities, not conflict with family values. ടീച്ചേഴ്സിനായാലും നമ്മളിപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ CSE കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോവാണ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു വെച്ചാൽ അവർക്ക് അക്കാഡമി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ഇത് പഠിപ്പിക്കേണ്ട, ഇല്ലെങ്കിൽ ഈ ഏരിയ പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പെൺകുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ മെൻസ്ട്രേഷൻ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, ആ രീതിയിലാണ് പറയണത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും സെക്സിനെ പറ്റിയിട്ട് മാത്രം പറയണല്ല. കുറെ പേർക്കുള്ള അബദ്ധ ധാരണയാണ് എന്ത്, നമ്മൾ ഇന്റർകോഴ്സിനെ പറ്റിയിട്ടാണ് പഠിപ്പിക്കണത്, സെക്സ് ആണ് പഠിപ്പിക്കണത് എന്നുള്ളത്. ഒരുപാട് വലിയൊരു ഏരിയയാണ്, ചെറിയൊരു പാർട്ട് മാത്രമാണ് എന്ത് സെക്സ് എന്ന് പറയണത്. അത് മാത്രമല്ല അതിൽ ഗ്രാഫിക്സോ അത് ഒരുപാട് ഇമേജസോ കാര്യങ്ങളോ ഒന്നുമല്ല, പിന്നെ അതെന്താ അനുയോജ്യമല്ലാത്ത കാര്യങ്ങളോ അല്ല നമ്മളെന്ത് പഠിപ്പിക്കുന്നത്. പിന്നെന്താണ്, പിന്നെ ഒരു ഡൗട്ടാണ്, നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ച് കുട്ടികൾക്ക് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരെന്താണ് നേരത്തെ തന്നെ സെക്ഷൽ ആക്ടിവിറ്റീസിലേക്ക് പോവും. അത് വളരെ തെറ്റായൊരു നമുക്ക് പേടിയുണ്ടാവും പലർക്കും, ഇതെന്താണെന്ന് അറിയാതുള്ള ഒരു പേടിയുടെ പുറത്ത് വരുന്ന ഒരു സംശയം മാത്രമാണ്. അത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അവൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ആയിത്തീരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഫാമിലി വാല്യൂസിന് ഒരിക്കലും കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ നന്നായിട്ട് സയൻസ് ബേസ് ചെയ്തിട്ടുള്ള കരിക്കുലാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നല്ല റിലേഷൻഷിപ്പ് എന്താണ്, ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുക ചെയ്യുന്നത്. ഫാമിലിൻ്റെ വാല്യൂസ് ഒക്കെ അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഇനി വാട്ട് ഡസ് ഇറ്റ് ആക്ച്വലി ഇൻക്ലൂഡ്, ഇനി എന്താണ് നമ്മൾ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം അല്ലേ. ദ ഹ്യൂമൻ ബോഡി, ഏജ് അപ്രോപ്രിയേറ്റ് അനാട്ടമി ആൻഡ് പ്യൂബർട്ടി. Children learn about what is normal and so they can recognize what is not. ഈ ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എല്ലാം വയസ്സിനനുസരിച്ചുള്ള അനാട്ടമി. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് ആൻസർ ചെയ്യണം. നമ്മുടെ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ നമ്മുടെ പാരൻസ് കണ്ണും മൂക്കും, നമ്മൾ ചെറുപ്പത്തിലേ കണ്ണും മൂക്കൊക്കെ പഠിയല്ലേ, കണ്ണെവിടെ മൂക്കെവിടെ എന്നൊക്കെ ചോദിക്കുമല്ലേ നമ്മൾ കുട്ടികളോട്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റലി, അത് ആൺകുട്ടികൾക്കാണെങ്കിൽ അവരുടെ ലിംഗം അല്ലെങ്കിൽ പീനസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ വൾവ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വൾവ സൂക്ഷിക്കണം, വളരെ ക്ലീൻ ആക്കി വെക്കണം എന്നോ, അല്ലെങ്കിൽ അത് ഹൈജീനായിട്ട് വെക്കണം എന്നൊക്കെ നമ്മൾ ആ കറക്റ്റ് ടേംസ് യൂസ് ചെയ്തതായിട്ട് നമ്മുടെ ഈ ജീവിതത്തിൽ ഉടനീളം നമ്മളെ പാരൻസോ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളോട് ചെയ്യാറുണ്ടോ? അതാണ് അത് നമ്മുടെ ആ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ തിരുത്തി നമ്മൾ വളരെ കുറച്ചുകൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനാട്ടമി അല്ലെ, ബോഡി മൊത്തം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കണ്ണും മൂക്കും വായൊക്കെ പോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടുകളുണ്ട്, അതിന് സേഫ് ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ബോഡി പാർട്ട് മൊത്തം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ് ആണ് പേഴ്സണൽ സേഫ്റ്റി, ബോഡി അനാട്ടമി, കൺസെന്റ്, സേഫ് ആൻഡ് അൺസേഫ് ടച്ച്, ഗിവ്സ് ചിൽഡ്രൻ the words to speak up. അതായത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് തന്നെ സേഫ് ടച്ചും അൺസേഫ് ടച്ച് ഒക്കെ പറയുമല്ലോ അല്ലേ. നമ്മളെപ്പോഴും കുറെ ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ കുറെ ഇറങ്ങുമായിരുന്നു, സേഫ് ടച്ച് എന്താണ്, അൺസേഫ് ടച്ച് എന്താണ് എന്നൊക്കെ നമുക്ക് പറയണ സമയത്ത്, ഇതൊക്കെ പഠിപ്പിക്കണ സമയത്ത് എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കുട്ടികൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവർ വന്ന് നമ്മളോട് പറയുമല്ലേ, അത് എന്നെ തൊടാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല, വളരെ കൃത്യമായിട്ട് കുട്ടികൾ അത് പറയും. ഇനി അവർക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തേക്ക് ഓടി വരും അല്ലേ. ഇതാണ് പേഴ്സണൽ. പിന്നെ കൺസെന്റ് എന്താണെന്നുള്ളത്, ഈ കൺസെന്റിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്തും നമ്മൾ ഇതൊക്കെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ ശീലിപ്പിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്നു, കുട്ടി ജനിച്ച് നമ്മൾ എന്താണ് കുട്ടികളെ വൃത്തിയാക്കൊക്കെ ചെയ്യും അല്ലെ, ഡയപ്പർ മാറ്റും, ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ആ സമയത്തൊക്കെ ഒരു മാസമൊക്കെ ആയ കുട്ടീനോട് നമുക്ക് എന്ത് പറയാം, മോനെ അല്ലെങ്കിൽ മോളുടെ ഡ്രസ്സ് അഴിക്കുകയാണ്, ഒന്ന് ഡയപ്പർ ഒന്ന് മാറ്റിക്കോട്ടെ, അല്ലെങ്കിൽ കുളിപ്പിക്കുന്ന സമയത്ത് മോളുടെ പീനസ് ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ, അല്ലെങ്കിൽ വൾവ ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഇതൊക്കെ നമ്മൾ പറയണം. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമ്മളൊരു സമ്മതം ചോദിക്കുക അല്ലെ, ഒരു കൺസെന്റ് എടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കണ്ടോ 1 മാസമായ 2 മാസമായ കുട്ടി ഇതിനൊക്കെ ആൻസർ ചെയ്യും നിങ്ങൾ വിചാരിക്കണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. അവർ ആൻസർ ചെയ്യില്ല. കാരണം എന്താണ്, അവർക്കത് മനസ്സിലാവില്ല. പക്ഷെ പോകെ മാസങ്ങളും ഒക്കെ കഴിയണ സമയത്ത് കുട്ടികൾക്ക് എന്താണ് മനസ്സിലാവുക, സമ്മതം ചോദിക്കുന്നുണ്ട്.
അപ്പൊ അവർക്ക് ഇങ്ങനെ എല്ലാത്തിനും സമ്മതം ചോദിക്കണം എന്ന് മനസ്സിലാവും, കൺസെന്റ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. നാളെ നമ്മൾ കുട്ടികൾ പറയാണ് എന്താ, നമ്മളൊന്ന് നമ്മളൊരു കിസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ കുട്ടികൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? കിസ് ചെയ്യണ്ട. എന്നാൽ അത് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ബൗണ്ടറി ഉണ്ടെന്ന് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. വീടുകളിൽ തന്നെ നമ്മൾ ഈ പേഴ്സണൽ സേഫ്റ്റി ഒക്കെ പഠിപ്പിക്കുകയാണ്, കൺസെന്റ് ഒക്കെ തന്നെ. അതൊക്കെ തന്നെ CSEയുടെ ഭാഗമാണ്. പിന്നെന്താണ്, അപ്പൊ കുട്ടികൾക്ക് നമ്മളോട് സംസാരിക്കാനും ഒക്കെ പറ്റും. നെക്സ്റ്റ് ആണ്, സോറി, റിലേഷൻഷിപ്പ്. Healthy friendship and family roles. How to treat others with respect and build emotional intelligence. അതായത് നമുക്ക് റിലേഷൻഷിപ്പ് അല്ലേ, നമ്മളൊരു എന്താണ്, സോഷ്യൽ ആനിമൽ ആണല്ലേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് എപ്പോഴും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ പാരൻസ് ആണെങ്കിലും നമ്മുടെ സിബ്ലിങ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് വേണമല്ലോ അല്ലേ, പാർട്ട്ണർ ആണെങ്കിലും ഒക്കെ. അപ്പോൾ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ അതൊക്കെ എങ്ങനെ ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ നമുക്കുള്ളത് ഹെൽത്തി ആണോ നമുക്ക് മനസ്സിലാവണം അല്ലേ. പല കുട്ടികൾക്കും ഉണ്ടാവുന്ന ഫ്രണ്ട്സ് ചിലപ്പോൾ എന്താണ്, ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കില്ല. അത് അവർക്ക് തിരിച്ചറിയണമെങ്കിൽ എന്താണ്, നല്ല റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവണം. ഫാമിലി റോൾസ്, ഫാമിലിയിൽ എന്തൊക്കെ റോൾ നമ്മൾ ചെയ്യണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടാണ് കുട്ടികൾ കാര്യങ്ങൾ ചെയ്യാം. പിന്നെന്താണ്, അവരുടെ ഇമോഷണൽ ഇന്റലിജൻസ് കൂടെ കൂടും, ഇങ്ങനെ പരസ്പര ബഹുമാനവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. ഇനി വാല്യൂസ് ആൻഡ് ബൗണ്ടറീസ്. Children learn they have the right to set limit, and that other people's limit must be respected. ഇത് നമ്മൾ എപ്പോഴും ബൗണ്ടറീസ് സെറ്റ് ആക്കുക അല്ലെ. വാല്യൂസ്, ഇപ്പം നമ്മുടെ ഫാമിലീസിന് കുറച്ച് വാല്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് വാല്യൂസ് ഉണ്ടാവും, നമ്മൾ റെസ്പെക്ട് ചെയ്യുക. മറ്റുള്ളവരുടെ വാല്യൂസ് നമ്മൾ റെസ്പെക്ട് ചെയ്യുക അല്ലേ. ഇപ്പം നമ്മൾ പലപ്പോഴും ന്യൂസിലൊക്കെ കാണുന്ന എന്താണ്, ഒരു കുട്ടീനോട് ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ അവർ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് റിജക്റ്റ് ചെയ്ത സമയത്ത് അവർക്ക് ആ ഒരു നോ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. എന്നിട്ട് അവരെന്താ ചെയ്യണത്, ആസിഡ് ഒഴിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടപ്പെടുത്തുന്നു. ഇതിലൊക്കെ കാരണം എന്താണ്, അവർക്ക് ബൗണ്ടറി എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയാണ്, നീ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ, നമ്മളൊരു സുഹൃത്തിനോട് ചോദിക്കുകയാണ്. അപ്പൊ ആ കുട്ടി പറയാണ്, ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ പറയാം. അത് അവർക്ക് താല്പര്യമില്ല, അത് എനിക്ക് ഓക്കെയാണ്. അപ്പം എനിക്ക് താല്പര്യമില്ലാത്തതിന് അവരും ഓക്കെ ആയിരിക്കണം. ആ രീതിയിൽ നമ്മൾ ബൗണ്ടറീസും വാല്യൂസും ഒക്കെ മനസ്സിലാക്കണം. പിന്നെ നെക്സ്റ്റ് ആണെന്ത്, മീഡിയ ആൻഡ് ഓൺലൈൻ സേഫ്റ്റി എന്ന് പറയണത്. How to think critically about when they see online, and what to do if something makes them uncomfortable. നമ്മൾ CSEയുടെ ഒരു മെയിൻ പാർട്ടാണ് മീഡിയ ആൻഡ് ഓൺലൈൻ സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് മീഡിയ ഇല്ലാതെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അത് കാണിക്കാതിരിക്കുക, അങ്ങനെ ഒരു ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇല്ല. കുട്ടികൾ പഠിക്കണത് പോലും ഓൺലൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് എന്താണ് ഉറപ്പ് വരുത്താൻ പറ്റുക, അവര് സേഫ് ആയിട്ടുണ്ടോ അതിൽ, അല്ലെങ്കിൽ എന്താണ് അവർ കാണുന്ന കണ്ടന്റ് എന്താണ്, അവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് ഓക്കെ ആയിട്ടുള്ളത്. അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളോട് പറയാം. ആ രീതിയിൽ എന്താണ് അവരെ എന്താണ് ഓൺലൈൻ സേഫ്റ്റിനെ പറ്റിയിട്ടും എങ്ങനെയാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ബിഹേവ് ചെയ്യേണ്ടതെന്നും കൂടെ മനസ്സിലാക്കാനൊക്കെ എന്താണ് ഈ മീഡിയ ആൻഡ് ഓൺലൈൻ സേഫ്റ്റിയിൽ പെടുന്നുണ്ട്. ഇനി where to get help, whom they can talk to, trusted adult at home and school, reduce the risk of abuse going unreported. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഉള്ള ഏരിയ. കാരണം എന്തൊക്കെയാണ്, അത് നമ്മുടെ വീട്ടിൽ നമുക്ക് ട്രസ്റ്റഡ് അഡൾട്ട് ഉണ്ടാവും അല്ലേ. നമുക്ക് ചില കാര്യങ്ങൾ നമുക്കെല്ലാം തുറന്നു പറയുന്ന ഒരു ഇടം ഉണ്ടാവും അല്ലേ. പിന്നെ സ്കൂളുകളിലാണെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും പറയാൻ പറ്റുന്ന ഒരു ടീച്ചർ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക് ട്രസ്റ്റഡ് അഡൾട്ട്. വീട്ടിലാണെങ്കിൽ ആരാണ്, അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ ആരാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർക്കൊരു പ്രശ്നം വരുമ്പം അത് ചെറുതോ വലുതോ ആവട്ടെ, നമ്മൾക്ക് കേട്ട ചിലപ്പോൾ നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യമായിരിക്കാം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്തിട്ട് അതിനെ വളരെ റെസ്പെക്റ്റോടെ കാണുകയും അവർ പറയുന്നതിനെ നമ്മൾ കേൾക്കാൻ റെഡിയാവുകയും ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഉള്ളത്.
ഒരു മിനിറ്റ്. നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്നതാണ്, എന്തായാലും നമുക്ക് മനസ്സിലായില്ല CSCയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇത് ഇത്ര നേരത്തെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ കുട്ടികളെ? അതിനുള്ള ആൻസറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഷെയറിങ് പോയല്ലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം. ഒരു മിനിറ്റ്, ഷെയർ ചെയ്തത് ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ സ്ലൈഡ്? സ്ലൈഡ് കാണുന്നുണ്ടോ? കാണുന്നില്ല. കാണുന്നില്ല. ഇല്ലില്ല. ഒരു മിനിറ്റ് നോക്കട്ടെ അതെന്തങ്ങനെ. എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഉണ്ട്. ഓക്കെ, ഷെയർ. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്, സ്ക്രീൻ കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലേ? ഒരു മിനിറ്റ്. ഫുൾ സ്ക്രീൻ. ഓക്കെ ഓക്കെ, ശരിയായി. ഓക്കെ ഓക്കെ. ഓക്കെ, നമ്മൾ ഇനി കുട്ടികൾക്ക് ഇത്രയും നേരത്തെ പറഞ്ഞു കൊടുക്കണമെന്നുള്ളതിന്റെ ഉത്തരാണിത് കേട്ടോ. 93% of child sexual abuse is committed by someone the child already knows. അതായത് ചൈൽഡ് അബ്യൂസ് ഒരുപാട് നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ തന്നെ എന്താണ് നമ്മുടെ കേരള പോലീസിന്റെ സൈറ്റിൽ പോയിട്ട് 2026 ഒരു നോക്കിയതാണ്, എത്ര പോക്സോ കേസ് ഉണ്ടെന്നൊക്കെ നോക്കിയ സമയത്ത് കുട്ടികൾക്ക് നേരെ ഉണ്ടായിരുന്ന സെക്ഷൽ അബ്യൂസിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 753 കേസാണ്. അത് വെറും ഫെബ്രുവരി വരെയുള്ള കാര്യമാണ്. ഓക്കെ, ആ ഒരു 2 മാസത്തിനുള്ളിലാണ് ഇത്രയും കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥയോ കാര്യങ്ങളോ അല്ല ഞാൻ പറയണത്, ഇത്രയും നടക്കുന്നുണ്ടാവാം. അതല്ലാതെ വെറും റിപ്പോർട്ട് ചെയ്യാതെ ഒരുപാടുണ്ടാവും. നമ്മളിനി എന്ത് ന്യൂസ് കണ്ടു കഴിഞ്ഞാലും, നമ്മൾ ചൈൽഡ് സെക്ഷൽ അബ്യൂസിന്റെ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യം എന്താണ്? കുട്ടിയുടെ അമ്മാവൻ കുട്ടീനെ സെക്ഷലി ഉപദ്രവിച്ചു, അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനായിരുന്നു, അല്ലെങ്കിൽ അമ്മയുടെ സുഹൃത്തായിരുന്നു. അങ്ങനെ അത് നമുക്ക് പ്രതീക്ഷിക്കാത്ത ആൾക്കാര്, എന്നാൽ ആ കുട്ടികളെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് എന്ത്, കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നതിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 93% അവർക്ക് അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ സ്ട്രേഞ്ചേഴ്സ് അല്ല. നമ്മൾ പറയാം, നമുക്ക് എന്ത് പറയാം, സ്ട്രേഞ്ചേഴ്സിനോടൊന്നും സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ കുട്ടികൾ അപ്പോഴും സേഫ് അല്ല. കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇപ്പം ചിലപ്പം വീടുകളിലായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ മതപഠനശാലകളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളിൽ നിന്നായിരിക്കാം കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള നോളജ് എത്തിക്കണം. ഇതൊക്കെയാണ് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആരായാലും നിന്റെ ബോഡി നിന്റെ മാത്രം അവകാശമാണ്, അല്ലെങ്കിൽ നിന്റെ ഏരിയ ആണ്. അവിടെ ഒരാളും നിന്റെ സമ്മതം ഇല്ലാതെ വരരുത്. നമ്മുടെ മക്കളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. ഇനി രണ്ടാമത്തെ കാര്യമാണ്, ഏജ് 7 is when children naturally begins asking questions about bodies and where babies come from. അതൊരു 7 വയസ്സായി കഴിഞ്ഞാലൊക്കെ, ഏകദേശമാണ് 7 വയസ്സ്, അതിന് മുന്നേ ഒക്കെ ചിലപ്പോൾ കുട്ടികൾ ചോദിക്കും അല്ലെ, എന്താണ് ഓരോ ബോഡി പാർട്ട് ചോദിക്കും, അല്ലെങ്കിൽ അവര് ബോഡി പാർട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ പിന്നെന്താണ്, അവര് എങ്ങനെയാണ് ബേബി ഉണ്ടായിന്നൊക്കെ അല്ലെ. നമ്മൾ പണ്ടൊക്കെ ബേബിയൊക്കെ എങ്ങനെ ഉണ്ടായിന്ന് വെച്ചാൽ, പൊതുവെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലല്ല, നമ്മളൊരു സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ കേൾക്കുന്ന ഉത്തരം എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയെന്നല്ലേ പറയണ കേൾക്കൽ. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ? എല്ലാരും ഉത്തരം പറയണം, ഹോസ്പിറ്റലിൽ പോയിട്ട് വാങ്ങി ബേബിനെന്ന്. ഇതാണ് നമ്മൾ എപ്പോഴും എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. കുട്ടികൾ നോർമലി അത് ചോദിക്കും. കുട്ടികളെ ചോദ്യങ്ങൾ ചോദിപ്പിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം അത് പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ ഇവിടെ ചോദിക്കണ ചോദ്യത്തിന് നമുക്കത് കൃത്യമായിട്ടുള്ള ആൻസർ പറയണം. പക്ഷെ ആ ആൻസർ എന്തായിരിക്കണം? അവരുടെ പ്രായത്തിന് മനസ്സിലാവുന്ന രീതിയിൽ
കറക്റ്റായിട്ടുള്ള ചെറിയ ചെറിയ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള. ഒരു 5 വയസ്സുകാരനോട് പറയണ പോലെ ആയിരിക്കില്ല എന്താണ് നമ്മളൊരു 13 12 വയസ്സുള്ള ഒരു കുട്ടിയോട് ബേബിനെ പറ്റിയിട്ട് പറയണത്. അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഇവരോട് എന്താ പറയുക, ചെറിയ കുട്ടികളോടൊക്കെ അമ്മയുടെ ടമ്മിയിൽ ഒരു യൂട്രസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, അവിടെയാണ് ബേബി വളരുന്നത്. ബേബി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ഹെൽപ്പ് ചെയ്യും നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി. ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ കുട്ടികളോട് പറയാം അല്ലേ. അത് വലിയ കുട്ടികളോടാകുമ്പോൾ നമുക്ക് എന്താ പറയാം, എന്താണ് ഫാദറിൻ്റെ സീഡും മദറിൻ്റെ എഗ്ഗും കൂടെ ഇതാക്കി ജോയിൻ ചെയ്ത് അമ്മയുടെ യൂട്രസിലാണ് കുട്ടി വളരുന്നത്. അങ്ങനെ അങ്ങനെ ഓരോ ഏജിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എന്ത് പറയണ സമയത്തും ഫാക്റ്റ് ആയിരിക്കണം പറയേണ്ടത്, പക്ഷെ അവരുടെ ഏജിനനുസരിച്ചിട്ട്. പിന്നെന്താണ്, 1 in 6 children worldwide experience some form of sexual violence before the age of 18. റിപ്പോർട്ടഡ് കേസാണ് ഇത് പറയണത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി 18 വയസ്സിനുള്ളിൽ സെക്ഷൽ അബ്യൂസ് നേടുന്നതാണ് റിപ്പോർട്ട്. അതുപോലെ ആൺകുട്ടികളുടെ കേസാണെങ്കിൽ 7 ആൺകുട്ടികളിൽ ഒരു ആൺകുട്ടി, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു കുട്ടി ചിലപ്പോൾ സെക്ഷലി അബ്യൂസ്ഡ് ആവുന്ന സമയമായിരിക്കും. അങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ 18 വയസ്സിനുള്ളിൽ പല രീതിയിലുള്ള സെക്ഷൽ അബ്യൂസ്. നമ്മൾ തന്നെ നമ്മുടെ ഇടങ്ങളിൽ സുഹൃത്തുക്കളൊപ്പരൊക്കെ ഇരിക്കുന്ന സമയത്ത് പലരും പറയണ പല രീതിയിലുള്ള അവരുടെ അനുഭവങ്ങളുണ്ടല്ലേ. ആ അനുഭവങ്ങളൊക്കെ ഇപ്പം നമ്മൾ വലുതായി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാക്കി നമുക്ക് ചിലപ്പം ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ, നമ്മളൊന്ന് ബഹളം വെച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ. അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കുട്ടികളെ ഇതൊക്കെ നേരത്തെ പഠിപ്പിക്കണം എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാണ്, എന്തുകൊണ്ടാണ് ഇത് വേണമെന്നുള്ളത്. ചിൽഡ്രൻ ഹു അണ്ടർസ്റ്റാൻഡ് ദെയർ ബോഡീസ് ആർ ഹാർഡർ ടു മാനിപ്പുലേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 93% ആൾക്കാരും അവർക്ക് ഏറ്റവും അറിയണ അവരുടെ കുടുംബത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അറിയണ ഇടങ്ങളിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ കൃത്യം നോളജ് ഉള്ള ഒരു കുട്ടീനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഹാർഡാണ്. പൊതുവെ മാനിപ്പുലേഷൻ ആണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സെക്ഷൽ ഗ്രൂമിംഗ് എന്ന് പറയും. ഇങ്ങനെ ഒരു ദിവസം പോയിട്ട് സ്ട്രേഞ്ചർ പോയിട്ട് കുട്ടീനെ അബ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. കുറേ ദിവസമായിട്ട് അവരിങ്ങനെ ട്രൈ ചെയ്താണ് അവർ കുട്ടികളെ വയലൻസിലേക്ക് തള്ളി വിടുന്നത്. അപ്പൊ കൃത്യമായിട്ട് ബോഡി അറിയണ ഒരു കുട്ടീനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ഏർലി എഡ്യൂക്കേഷൻ മീൻസ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് സെറ്റ് ദ നെറേറ്റീവ്, നോട്ട് പിയേഴ്സ് ഓർ ദ ഇന്റർനെറ്റ്. നമ്മൾ നേരത്തെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുട്ടികളുടെ കൂടെ എല്ലാ കാലത്തും ഉണ്ടാവണ 2 ആൾക്കാരാണ്, പാരൻസും ടീച്ചേഴ്സും അല്ലെ. പാരൻസ് എല്ലാ കാലത്തും ഉണ്ടാവുന്നുണ്ട്, ടീച്ചേഴ്സും തന്നെ അവർ ചെറുപ്പത്തിലെ സ്കൂളിലൊക്കെ പോണ സമയത്തുണ്ട്. അപ്പോൾ ഈ നെറേറ്റീവ്, ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന മെയിൻ ആൾക്കാർ, ഈവൻ സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ അല്ല കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അവരുടെ പാരൻസ് ആണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, ജനിച്ച കുട്ടികൾക്ക് കൺസെന്റ് എന്തറിയും, അതൊരു എഡ്യൂക്കേറ്റർ വന്നിട്ടോ ടീച്ചറിന് വന്നിട്ടോ ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് ആ പാരന്റ് ആണ് അതിന്റെ ബോഡി ബൗണ്ടറിയും അതിനോട് കൺസെന്റ് സമ്മതം ചോദിക്കുന്നൊക്കെ പാരന്റ്സിന് മാത്രം പറ്റുന്ന കാര്യമാണ്. അപ്പൊ നമ്മളൊന്നും കൊണ്ട് പേടിക്കണ്ട, പാരന്റ്സും ടീച്ചേഴ്സും ആണ് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഒരിക്കലും അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ അല്ല. ചിൽഡ്രൻ ഹു നോസ് അനാറ്റമിക്കൽ വേർഡ് ആർ better able to report abuse to trusted adult. ഇത് ഞാൻ പറയാം. അതായത് അനാറ്റമിക്കൽ വേർഡ്സ്, അത് ഞാൻ പറഞ്ഞു, മെയിൽ ഓർഗനും മെയിൽ സെക്ഷൽ ഓർഗനും ഫീമെയിൽ സെക്ഷൽ ഓർഗനും, അത് വൾവ, പീനസ്, ഇതൊക്കെ കൃത്യമായിട്ട് പറയണ കുട്ടികളാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അത് ഞാനൊരു സംഭവ കഥ പറയാം കേട്ടോ. ആൾക്കാരൊക്കെ ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു കിൻഡർ ഗാർഡൻ ക്ലാസ് റൂം ഉണ്ട്, അവിടെ ഒരു നിഷ ടീച്ചർ ഉണ്ട്. നിഷ ടീച്ചറാണെങ്കിൽ കുട്ടികളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ടീച്ചർ ആണെങ്കിൽ ക്ലാസ് നന്നായിട്ട് എടുക്കും. ഈവനിങ്ങിലാണെങ്കിൽ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് പോണ മുമ്പ് എല്ലാം സെറ്റ് കുട്ടികളോട് സംസാരിക്കാൻ, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ട്. ഈ PTA മീറ്റിങ്ങിന് വന്ന സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സായ ആൾക്കാർക്ക് ഭയങ്കര ബിസി ആയിരിക്കും, കുറേ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ടീച്ചർ നോർമലി ക്ലാസ് ഒക്കെ കഴിഞ്ഞു, കുട്ടികളാണെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ടീച്ചറാണെങ്കിൽ നമ്മൾ നിഷ ടീച്ചറാണെങ്കിൽ സീരിയസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുക, പിള്ളേർ അടങ്ങിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. PTA മീറ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കുകയാണ്. ആ ഇടയ്ക്കാണ്
റിസ്വാന എന്ന് പറഞ്ഞൊരു മോള് വന്നിട്ട് ടീച്ചറോട് പറയണം, ടീച്ചർ എൻ്റെ മുത്തച്ഛൻ എൻ്റെ ചുച്ചൂല് തൊട്ടു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഓ മുത്തച്ഛൻ തൊട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മോള് പോയിരിക്കും, ഇപ്പോൾ വണ്ടി വരും എന്ന് പറഞ്ഞ് കുട്ടീനെ അങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ. കാരണം ടീച്ചർ ബിസി ആണല്ലോ. അങ്ങനെ പിറ്റേന്ന് PTA മീറ്റിംഗ് ആയി, ഓരോ സ്റ്റുഡൻറ്റിൻ്റെ പാരൻസ് വന്നു സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ റിസ്വാനാൻ്റെ ഉമ്മയും ഉപ്പയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. വന്ന സമയത്ത് ഉപ്പയാണെങ്കിൽ എനിക്കൊന്നു ഗൾഫിൽ നിന്ന് വന്നതാ, ഗൾഫിൽ നിന്ന് ലീവിന് വന്നതാണ്. അപ്പം മോളുടെ ക്ലാസ്സിൽ ടീച്ചറൊക്കെ കാണാം സംസാരിക്കാനൊക്കെ വെച്ചാൽ ഉപ്പയും ഉമ്മയും ഒരുമിച്ച് വന്നതാണ്. ആ സംസാരത്തിനിടയിൽ ടീച്ചർ അപ്പോഴേ ഓർത്ത്, ഈ മോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ടീച്ചർ ഒരു തമാശക്ക് അങ്ങനെ പറഞ്ഞു, മോൾ ഇന്നലെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് പറഞ്ഞതും ആ മദറിൻ്റെ മുഖം ആകെ വാടി. അപ്പൊ ടീച്ചർക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികളുണ്ട്, എന്തോ എത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ചുച്ചു എന്ന് പറയണത് കുട്ടിയുടെ വൾവയാണ് ഉദ്ദേശിച്ചത്. അതായത് പെൺകുട്ടിയുടെ ജനറ്റിൽ, ആ ഒരു എക്സ്റ്റേണൽ ജനറ്റിലാണ്, ആ ഒരു ഭാഗമാണ്, ആ യോനി ഭാഗത്തിനെയാണ് ഇവര് ചുച്ചു എന്ന് പറയണത്. ഫാദറിന് ഒരു എക്സ്പ്രഷൻ ഇല്ല, കാരണം ആൾക്ക് ഇങ്ങനെ ഒരു വാക്കാണ് ഇതിന് പറയണേന്ന് ആൾക്ക് അറിയില്ല. മനസ്സിലായോ? അപ്പൊ പിന്നെ ആൾക്ക് അതൊന്നും അറിയാതെ കൊണ്ട് ആൾക്കൊരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു, ഇതെന്താന്ന് മനസ്സിലായില്ല. ആളും ഇത് സംഭവം കേട്ടപ്പോൾ ഞെട്ടി എന്നുള്ളതാണ്. ഇനി അവരത് അതിൻ്റെതായ കറക്റ്റായ തീരുമാനങ്ങളൊക്കെ എടുത്തു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആ കുട്ടി ഈ ടീച്ചറോട് വന്ന് പറയാണ്, മുത്തച്ഛൻ എൻ്റെ വൾവയിൽ തൊട്ടു എന്ന് പറയുകയാണെങ്കിൽ ആ ടീച്ചർ മോളെ പോയി ഇരിക്കുക, ടീച്ചർക്ക് ഇത്തിരി ബിസിയാണെന്ന് പറയോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പറയോ അത്? തീർച്ചയായും ഇല്ല. ഒരിക്കലും ഇല്ല അല്ലേ? ടീച്ചർ എന്ത് വർക്കാണെങ്കിലും അവിടെ അത് മാറ്റി വെച്ചിട്ട് കുട്ടി എന്താണ് അത് പറഞ്ഞത്, പിന്നെ അവളെ അടുത്ത് വിളിക്കും, സംസാരിക്കും, ആവശ്യം വന്ന കൗൺസിലറിന്റെ അടുത്ത് കൂടെ റെഫർ ചെയ്യും അല്ലേ? അപ്പൊ എന്താണ്, ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ കുട്ടിയുടെ സേഫ്റ്റി അവിടെ ഇതാക്കപ്പെട്ടല്ലേ, അറിയാൻ വൈകി എന്നുള്ളതാ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുട്ടീൻ്റെ ആ പാരൻസ് ഒരാളാണ്, ഫാദർ മാത്രം വരുന്നെങ്കിലും അപ്പോഴും ഈ ഫാദറിന് മനസ്സിലാവില്ല എന്ത് ഈ ടീച്ചർ പറഞ്ഞെന്നുള്ളത്. ഇനി ടീച്ചർ മറന്നാലും മതി. അതായത് നമ്മളൊരു കറക്റ്റ് വേർഡ് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാതെ കൊണ്ട് നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വമാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മുടെ പാരൻറ്റിനൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുക, എസ്പെഷ്യലി കുട്ടികളെ വളർത്തുന്ന കാര്യമൊക്കെ നമ്മൾ ഓരോ സ്റ്റേജും എങ്ങനെ വളർത്തണം നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികളെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ പ്രൈവറ്റ് പാർട്ടൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവരെ കറക്റ്റ് പേരൊക്കെ തന്നെ പഠിപ്പിക്കുക. നാളെ ഒരു കുട്ടി വന്നിട്ട് എന്ത് പ്രശ്നത്തിൻ്റെ ഇടയിൽ ഒരു കുട്ടി വന്നിട്ട് ടീച്ചറോടാണെങ്കിൽ ടീച്ചറോട്, അല്ലെങ്കിൽ വീട്ടിൽ ട്രസ്റ്റഡ് അഡൾട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അവരുടെ ബ്രദർ ആണെങ്കിലും എൻ്റെ വൾവയിൽ അല്ല എൻ്റെ പീനസിൽ ഒരാൾ തൊട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്ത് ഇഷ്യൂനും നമ്മൾ അതിൽ ഇടപെടും അല്ലേ? അപ്പം നമ്മളുടെ കറക്റ്റ് ആ വേർഡ് തന്നെ പഠിപ്പിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഫോർത്ത് വണ്ണാണ്, നോളജ് ഡസ് നോട്ട് ലീഡ് ടു ഏർലി സെക്ഷൽ ആക്ടിവിറ്റി. റിസർച്ച് കൺസിസ്റ്റൻ്റ്ലി ഷോസ് ദ ഓപ്പോസിറ്റ്. അത് നമ്മൾ ഒരുപാട് നോളജ് കിട്ടുന്നു എന്ന് വിചാരിച്ച് എന്താണ് ഏർലി സെക്ഷൽ ആക്ടിവിറ്റി എല്ലാം ഉണ്ടാവുന്നത്. റിസർച്ച് പറയുന്നത് കുട്ടികൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്യാനുള്ളത്, ചിൽഡ്രൻ ഹൂ റിസീവ് CSC ആർ മോർ ലൈക്ലി ടു റിപ്പോർട്ട് അബ്യൂസ് ടു ദ ട്രസ്റ്റഡ് അഡൾട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കുട്ടിയുടെ കാര്യം തന്നെ അല്ലേ? ഇത് കറക്റ്റായിട്ട് CSC കിട്ടുന്ന സമയത്ത്, ഈ ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള കുറച്ചുകൂടെ സേഫാണ്. എന്ത് കാര്യം ചെറുതാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു കുട്ടിക്ക് സേഫ് ടച്ചും അൺസേഫ് ടച്ചും പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് തമ്മിൽ കളിക്കുമ്പോൾ ആയിരിക്കും മോള് വന്ന് പറയാം, അവൻ എൻ്റെ ബട്ടക്സിൽ തൊട്ടു. അത് ആ കുട്ടി അത് പറയണമെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് എന്താണ് സേഫ് ടച്ചും അൺസേഫ് ടച്ചും പറഞ്ഞു കൊടുക്കണം അല്ലേ? അത് പറഞ്ഞത് കൊണ്ടാണ് ആ കുട്ടിക്ക് ആ ധൈര്യത്തിൽ വന്ന് പറയണത്. അപ്പോൾ അത് ചെറുതോ വലുതോ ആവട്ടെ, നമ്മുടെ മക്കൾ അത് വന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെന്താണ്, CSC ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ചിൽഡ്രൻ ആൻഡ് ദിയർ പാരൻസ് ഓൺ സെൻസിറ്റീവ് ടോപ്പിക്സ്. അതെന്താണ് CSC ഇംപ്രൂവ് എന്തൊക്കെയാണ്, ഈ പാരൻസും കുട്ടികളും തമ്മിലുള്ള സെൻസിറ്റീവ് ടോപ്പിക്സ്. കാരണം പല കാര്യങ്ങളും ഇപ്പം നമ്മൾ പ്യൂബേർട്ടിയിൽ വരുന്ന സമയത്ത് പല ചേഞ്ചസ് ഉണ്ടാവും അല്ലേ? പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ഈ ഒരു ലിംഗം പോലും പിള്ളേരോട് അത് തുറന്ന് പറയാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പ്യൂബേർട്ടിയിൽ വരുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് ബെഡ് വെറ്റിംഗ് ഉണ്ടാവും, അത് സെമൻ ഉണ്ടാവും, ഇതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇറക്ഷൻ വരുന്നുണ്ട്. ഇവർക്ക് കുട്ടികൾ ഇങ്ങനെ ചേഞ്ചസ് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഇത് പറയാൻ ഒരു ഫിയർ ഉണ്ടാവും. അവർ ചേഞ്ചസും
ഒരേ സമയം അവരുടെ ചേഞ്ചസ് അവർ മനസ്സിലാക്കുന്നു, അതിൻ്റെ കൂടെ അവർ സ്ട്രെസ്ഡ് ആവണം എന്താണെന്ന് മനസ്സിലാവാതെ. പക്ഷെ ഒരു CSE, ഒരു കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കിട്ടിയ കുട്ടി അത് പറഞ്ഞു കൊടുത്തൊരു പാരന്റ് ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് പ്രശ്നമല്ല. ഞാൻ വേറൊരു എക്സ്പീരിയൻസ് കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, അവരുടെ അവര് മോനോടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ മോനും വന്ന് പറഞ്ഞാൽ ഇവർ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മോന് ഓടി വന്നിട്ട് പറയണ, ഉമ്മ എനിക്ക് പ്യൂബേർട്ടി ആയി. അപ്പൊ എന്താണ് തോന്നിയത്? ഒരു പിമ്പിൾ വന്നു എന്ന് പറഞ്ഞു. അത് ആ കുട്ടിക്ക് മനസ്സിലായി ഇത് എൻ്റെ കൗമാരത്തിലേക്കുള്ള ഒന്നിന്റെ സൈനാണ് ഒരു പിമ്പിൾ വരുന്നത്. ആ കുട്ടി മനസ്സിലാക്കി. അത് വളരെ സന്തോഷത്തോടെയാണ് വന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ആ കുട്ടി വന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്കൂളിൽ നിന്ന് വന്നിട്ട് നമ്മൾ കുട്ടികളോട് ചോദിക്കല്ലോ എന്തൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ കുട്ടി പറയാണ്, എൻ്റെ ഫ്രണ്ട് ബാത്റൂമിൽ പോയ സമയത്ത് അവിടെ ടോയ്ലറ്റിൽ നിറയെ സെമനാണ്. അതായത് ഇവർ ഇതായ സമയത്ത് എന്താണ്, കുട്ടികൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്താണ് ഈ പ്യൂബേർട്ടി ആ സമയത്ത് ബെഡ് വെറ്റിംഗ് ഉണ്ടാവും, ആൺകുട്ടികളാണെങ്കിൽ സെമൻ ഉണ്ടാവും എന്നൊക്കെ പഠിച്ചുകൊണ്ട് ഇവര് വിചാരിക്കുന്നത് എന്താ, അവിടെ ഫുൾ സെമൻ ആയിരിക്കുകയാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്താണ്, അവിടുത്തെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ആൻറ്റി എന്താണ്, അവിടെ ഡെറ്റോളോ ഫിനോളോ ഇട്ട് കഴുകിയിരിക്കുകയാണ്. അപ്പൊ ആ വെള്ളം വൈറ്റ് ആയിട്ട് കാണിക്കുകയാണ്. അത് കുട്ടികൾ മനസ്സിലാക്കണം. ഒരു കുട്ടി മറ്റു കുട്ടിനോട് പറയുന്ന റോങ് ഇൻഫോർമേഷൻ ആണ്. അവരുടെ ചെറിയ ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ അവർ എങ്ങനെയും കണ്ടതോ സ്വയം മനസ്സിലാക്കിയ തെറ്റായ ഒരു ഇൻഫോർമേഷൻ അല്ലേ. അപ്പം എന്താണ് ഈ CSE പഠിച്ചൊരു കുട്ടി അത് അതിന്റെ പാരന്റിനോട് ഇത് വളരെ എന്താ പറയുക, പെട്ടെന്ന് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റണമെന്നില്ല. ഈ ഒരു സെൻസിറ്റീവ് ടോപ്പിക്ക് പോലും സ്വന്തം പാരന്റിന്റെ അടുത്ത് വന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് അപ്പൊ കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടി എന്നുള്ളതാ. അല്ലെങ്കിൽ അവർക്ക് എന്താ, ഇപ്പൊ നമ്മളോടത് പറഞ്ഞില്ലെങ്കിലും അവരെ അത് മനസ്സിലാക്കുമല്ലോ, ഇത് അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് നടക്കും. അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്താണ് CSE ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. പിന്നെന്താണ്, സ്കൂൾ ദാറ്റ് ഇംപ്ലിമെന്റ് CSE ഈസ് ഇംപ്രൂവ്മെന്റ് ഇൻ ഓവറോൾ സ്റ്റുഡൻസ് വെൽബീങ് ആൻഡ് സേഫ്റ്റി. CSE ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സ്കൂളിൽ ഓവറോൾ കുട്ടികളുടെ സൗഖ്യം കൂടിയിട്ടുണ്ട്, അവരുടെ സേഫ്റ്റി കൂടിയിട്ടുണ്ട്. കാരണം എന്താണ്, കുട്ടികൾക്ക് അറിയാലോ എന്താണ് ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് അറിയാമോ. ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എവിടെയാണ് ബൗണ്ടറി വെക്കേണ്ടത്. അതായത് ഈ ഒരു ഏരിയയിൽ നമ്മളൊരു ഇൻവിസിബിൾ ഏരിയ ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ, റെസ്പെക്റ്റ് ആയിട്ട് ബഹുമാനത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇഷ്യൂ ഇല്ലല്ലോ അല്ലേ. അവർ തമ്മിൽ സംസാരിക്കാം, അവർക്ക് വിമർശനം ഉണ്ടെങ്കിൽ അവർക്ക് പറയാം, അവർക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് എങ്ങനെ നന്നായിട്ട് പറയാം. അങ്ങനെ ഒരുപാട് നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കും. അതൊക്കെ എന്താണ് CSEയുടെ ഭാഗമായിട്ട് ഒരു സ്കൂളിന് ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ് ആണ്. പിന്നെന്താണ്, ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് ദ UNICEF ബോത്ത് റെക്കമെൻഡ് CSE ആസ് എ പാർട്ട് ഓഫ് ചൈൽഡ് പ്രൊട്ടക്ഷൻ. അതായത് WHO-യും UNICEF-ഉം റെക്കമെൻഡ് എന്താണ്, നമ്മൾ ഏതൊരാളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കുട്ടികളുടെ സേഫ്റ്റി തന്നെയാണ് അല്ലേ. നിങ്ങൾ കുട്ടികളുടെ സേഫ്റ്റി ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഇതെന്താണ് CSE തന്നെയാണ്. അതായത് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാരും ഓക്കെ അല്ലേ? എവിടെയെങ്കിലും അൺകംഫർട്ടബിൾ ആവുന്ന എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. ഇനി നമുക്ക് കോമൺ ആയിട്ട്, അതായത് നമ്മൾ എന്ത് ക്ലാസ് എടുക്കാൻ പോണ സമയത്ത് പാരൻസും ടീച്ചേഴ്സും ഒക്കെ തന്നെ അവർക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ വിഷമങ്ങൾ അല്ലെ, ഒരു വേവലാതികൾ ഞാനൊരു 5-6 ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സ് കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് വണ്, CSE ദിസ് വിൽ മേക്ക് മൈ ചൈൽഡ് ക്യൂരിയസ് ആൻഡ് ലീഡ് ടു എ ബാഡ് ബിഹേവിയർ. അത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ കുറച്ചുകൂടെ ക്യൂരിയസ് ആവും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് മോശമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് മാറും. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം എന്താ, CSE എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞല്ലേ, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ എന്താണ് കരിക്കുലം വരുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് വരുന്നത്. ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് എന്താണ്, അവരുടെ ടീനേജിൽ എന്താണ്, അവർ കുറച്ചുകൂടെ വലുതാകുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ ഫസ്റ്റ് സെക്ഷൽ ആക്ടിവിറ്റി പോലും ഡിലേ ചെയ്യുന്നു. കാരണം കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാവുന്നത്. പിന്നെന്താണ്, റെഡ്യൂസ് റിസ്കി ബിഹേവിയർ റിസ്ക്, തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള ബിഹേവിയർ ഒക്കെ മാറുന്നുണ്ട്. പിന്നെന്താണ്, ഇൻഫോർമേഷൻ ഡസ് നോട്ട് ഡ്രൈവ് ബിഹേവിയർ ഓഫ് ദ ചൈൽഡ്. പിന്നെ ക്യൂരിയോസിറ്റി വിത്തൗട്ട് ഇൻഫോർമേഷൻ ഇസ് മോർ ഡേഞ്ചറസ്. ഇതിലെന്താ നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ CSE ഒരിക്കലും ഒരു ഇൻഫോർമേഷൻ, ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, നമ്മൾ വിഷുവിൻ്റെ ഒരു ന്യൂസ് കണ്ടല്ലേ, ഒരു കുട്ടി പടക്കം യൂട്യൂബിൽ നോക്കിയിട്ട് പടക്കം പൊട്ടിച്ചിട്ട് എന്താ ഇത് പരിക്കേറ്റ് മരിച്ചു പോയല്ലേ. അതെന്താണ്,
ആള് യൂട്യൂബ് നോക്കി കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ല ആൾ എടുത്തിരിക്കുന്നത്. ആ കറക്റ്റ് ഇൻഫോർമേഷൻ എടുത്തിരുന്നെങ്കിൽ ആ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവും അല്ലേ. അത് എന്താണ്, അതായത് നമുക്ക് ഒന്നുകിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്നും അറിയാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു പ്രവൃത്തി നമ്മൾ വളരെ ഡേഞ്ചറസ് ആയി ഈവൻ നമ്മൾ മരണത്തിലേക്ക് പോലും കലാശിക്കുന്നത്. CSE സംബന്ധിച്ച് നമ്മൾ എന്താണ് സയന്റിഫിക് ആയിട്ടും എല്ലാം നോക്കിയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആണ് ആവുന്നത്. അതുകൊണ്ട് ഒന്നുകൊണ്ടും തന്നെ ഈ ഒരു കാര്യത്തിൽ വറി ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കോൺഫ്ലിക്റ്റ് വിത്ത് അവർ റിലീജിയസ് ആൻഡ് കൾച്ചറൽ വാല്യൂസ്. അതിൻ്റെ ആൻസർ അത് ഇത് പഠിപ്പിച്ചാൽ നമ്മളെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിനൊക്കെ പ്രശ്നമാവുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം CSE എന്താണെന്ന് അറിയാതുകൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന നമുക്കൊരു കാര്യം അറിയില്ല, നമുക്കൊരു ഭയം ഉണ്ടാവും അല്ലേ. അയ്യോ ഇത് നമ്മുടെ ആ ഒരു ഫാമിലി സെറ്റപ്പിനെ ഇത് ബാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുമോ എന്നുള്ള പേടി സാധാരണ കാണാറുണ്ട്. അപ്പൊ അതിനുള്ള ആൻസർ ആണ് ഗുഡ് CSE പ്രോഗ്രാം റെസ്പെക്ട് ഫാമിലി വാല്യൂസ് ആൻഡ് ഡു നോട്ട് പുഷ് എനി സിംഗിൾ വേൾഡ് വ്യൂ. ഒരു വേൾഡിന്റെ വ്യൂ എന്നല്ല, ഒരൊറ്റ വ്യൂ അല്ല നമ്മൾ എന്താണ് CSEയിലൂടെ ചെയ്യുന്നത്. CSE എന്താണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങളല്ലേ, അതായത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് നല്ലൊരു മനുഷ്യനാവുക, നല്ലൊരു സിറ്റിസൺ ആവാന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ. ആ പഠിപ്പിക്കുന്നതിലൂടെ എന്താണ് ബഹുമാനിക്കാൻ പഠിക്കുക, എന്താണ് നമ്മളെല്ലാവരും നല്ല റിലേഷൻഷിപ്പ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫാമിലി കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യും. പിന്നെന്താണ് ദ ഗോൾ ഈസ് സേഫ്റ്റി ആൻഡ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. CSEയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് ഗോൾ എന്ന് പറയുന്നത്, ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ സേഫ്റ്റി തന്നെയാണ് അല്ലേ. നമ്മൾ എന്നും ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ വിചാരിക്കും ന്യൂസ് കാണണ്ടെന്ന് പോലും വിചാരിക്കില്ല. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, കാരണം ഈ അതിക്രമങ്ങളൊക്കെ സ്വന്തം വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും അങ്ങനെയൊക്കെയാണ് ഈ വരുന്നത്, മതപഠനശാലകളിൽ നിന്നൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മളെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അറിയാതിരിക്കുന്ന സമയത്ത്, അവരുടെ അവകാശങ്ങളൊന്നും അറിയാതിരിക്കുന്ന സമയത്ത് അവരൊരുപാട് അനുഭവിക്കുന്നുണ്ട് അല്ലേ. ഈ CSE പഠിച്ചാൽ അവരുടെ സേഫ്റ്റി കൂടെ കൂട്ടുന്നുണ്ട്, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ആരോഗ്യപരമായ ഡിസിഷൻ മേക്ക് ചെയ്യാനുമാണ് നമ്മൾ അവരെ സഹായിക്കുന്നത്. പിന്നെന്താണ്, ഫാമിലി സ്റ്റിൽ ഹാവ് ദ സ്പേസ് ടു ടീച്ച് ദെയർ ഓൺ ബിലീഫ് അറ്റ് ഹോം. പിന്നെന്താണ്, ഫാമിലീസിന് എപ്പോഴും എന്താണ് നമ്മൾക്ക് എന്തൊക്കെയാണ് വിശ്വാസം, നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ ഫാമിലി എപ്പോഴും ഉണ്ടല്ലോ അല്ലേ. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു, നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിലീഫും കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാം. അതിൻ്റെ കൂടെ എന്താണ് നമ്മൾ കൺസെന്റ് പഠിപ്പിക്കാൻ, അത് വളരെ നല്ലല്ലേ. നാളെ നമ്മുടെ കുട്ടീനെ എന്താണ് ഒരാള് എന്തെങ്കിലും തൊടാൻ വന്നാൽ നോ എന്ന് പറയണമെങ്കിൽ നമുക്ക് പിന്നാലെ നടക്കാൻ പറ്റില്ല അല്ലെ. കുട്ടികൾ വളരുന്നതനുസരിച്ച് പിന്നാലെ നമുക്ക് നടക്കാൻ പറ്റില്ല. പക്ഷെ അവരെവിടെ പോയി കഴിഞ്ഞാലും അവരുടെ സേഫ്റ്റി അവരുടെ കയ്യിലാണ്. അപ്പൊ അത് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ആണ് മൈ ചൈൽഡ് ഈസ് ടു യങ് ഫോർ ദിസ്. അത് നമ്മൾ പറയണ വെച്ചാൽ എപ്പോഴും പറയണ പോലെ തന്നെ എന്താണ് മിക്കവരും പറയും, ഞാനൊക്കെ കേട്ടിട്ടുണ്ട്, അതായത് ഇതൊക്കെ ഇപ്പോഴേ പറഞ്ഞു കൊടുക്കണോ, അതൊക്കെ വലുതായിട്ട് പോരെ, അല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ ഒരു കമന്റ് ഒക്കെ നമ്മൾ കേൾക്കുക വെച്ചാൽ നമ്മളിതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ, എന്താണ് നമ്മളൊന്നും ഇതൊന്നും അറിയാണ്ടല്ലേ ഇവിടെ വരെ എത്തിയത് എന്നുള്ളത്. പക്ഷെ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അതിനുള്ള ആൻസർ ആണ് കണ്ടന്റ് മാച്ച്ഡ് ടു ദ ചൈൽഡ്സ് ഏജ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, അങ്ങനെ തന്നെയാണ് അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ഏജിന് അനുസരിച്ചിട്ടാണ്. പിന്നെന്താണ്, എ 6 year old ലേൺസ് അബൌട്ട് ബോഡി പാർട്സ് ആൻഡ് സേഫ് ടച്ച്. ഒരു 6 വയസ്സുകാരൻ പഠിക്കുന്ന എന്തായിരിക്കും, എന്തൊക്കെയാണ് ബോഡി പാർട്ട്, എന്താണ് സേഫ് ആയിട്ടുള്ള സ്പർശനം എന്നൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. എ 14 year old ലേൺ അബൌട്ട് റിലേഷൻഷിപ്പ് ആൻഡ് കൺസെന്റ്. ഒരു 14 വയസ്സുകാരൻ എന്തായിരിക്കും പഠിക്കുക, നല്ല ബന്ധങ്ങളെ പറ്റിയിട്ടല്ലേ, നല്ല ബന്ധങ്ങൾ എന്താണ്, കൺസെന്റ് എന്താണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വെച്ചാൽ ഓരോ വയസ്സുകാര് അവരുടെ വലിപ്പത്തിനനുസരിച്ച് അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് ദിസ് ഈസ് ദ പാരന്റ്സ് ജോബ് നോട്ട് ദ സ്കൂൾസ്. അതിലുള്ള ആൻസർ, അത് ചിലർ പറയല, സ്കൂളിൽ പറയും നമ്മൾ അക്കാഡമിക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഇതൊക്കെ അവരവരെ വീട്ടിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണെന്നൊക്കെ പറയണ സ്കൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഇറ്റ് ഈസ് ബോത്ത് ആണ്, നമ്മൾ രണ്ടാൾക്കാരും അല്ലേ.
അത് studies shows children get better outcome when parents and schools work together. Many parents feel unsure how to start these conversations. School can support, not replace parents. ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പാരൻസും എന്താണ് ടീച്ചേഴ്സും, അതായത് സ്കൂളും പാരൻസും ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ടതാണ്. കാരണം ഒരു കുട്ടിയുടെ വളർച്ചയിൽ എപ്പോഴും സ്കൂളിനും അതുപോലെ ഫാമിലിക്കും ഒരുപാട് പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ ഒരുമിച്ച് നിന്ന് ചെയ്യണം. ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ആദ്യമേ CSE ഒന്നും ശീലിക്കാതെ ഒരു പാരന്റ് എന്താണ് ഇപ്പം നോക്കിയോ, കുട്ടിക്ക് ഒരു 10-11 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 8 വയസ്സാകുമ്പോഴാണ് ഈ പാരന്റ് അറിയണത് CSE ഉണ്ട്, ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. ആ പാരന്റിനെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങ് കയറിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവർക്ക് എവിടെ തുടങ്ങും എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ആ സമയത്ത് എന്താണ് സ്കൂള് എന്തെങ്കിലും കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം പ്യൂബേർട്ടിന്റെ സമയത്തുള്ള ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നൊക്കെ നമ്മൾ അറിഞ്ഞതിന് എന്താണ് അതുമായിട്ട് പറഞ്ഞിട്ട് എന്താണ് കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പാരൻസിന്. അത് കൂടാതെ എന്താണ് പാരൻസിന് ഈ സ്കൂളിന് എന്താണ് PTA മീറ്റിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു ക്ലാസ് ഒക്കെ ഈ പാരൻസിന് എന്താണ് വെച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അവരും കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇനി നമുക്ക് എവിഡൻസ് എന്താ പറയണേ നോക്കാം അല്ലേ. UNESCO reviewed the program across 48 countries. Here is what they found. അത് യുനെസ്കോ ഒരു എന്താണ് 48 കൺട്രീസിൽ ഈ CSE പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കിയത് 82% ഓഫ് പ്രോഗ്രാം ഇംപ്രൂവ്ഡ് നോളജ് അബൌട്ട് സെക്ഷൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അവരെ അങ്ങനെ നോക്കിയ സമയത്ത് എന്താണ് അതിലുണ്ടായിരിക്കുന്ന ഇമ്പ്രൂവ്മെന്റ്, അതായത് കുട്ടികളുടെ സേഫ്റ്റിയിലും സെക്ഷൽ ഹെൽത്തിലൊക്കെ തന്നെ 82% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. അതൊരു ഹ്യൂജ് ഇമ്പ്രൂവ്മെന്റ് ആണല്ലേ. കാരണം ഇപ്പം കുട്ടികൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ സേഫ്റ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെ ഹൈജീനായിട്ട് അങ്ങനെ സുരക്ഷിതമായിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്ടും എല്ലാം നമ്മളെങ്ങനെ വൃത്തിയായിട്ടിരിക്കുക, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. പിന്നെ എന്താണ് നമ്മളിപ്പോൾ ഒരു കാര്യം കേട്ടോ അല്ലേ, ഒരു ഡെന്റൽ കോളേജിലെ ഒരു ഇഷ്യൂ നമ്മൾ ന്യൂസിൽ വന്നില്ലേ, ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത ഇഷ്യൂസ് ഒക്കെ. നമ്മൾ വിചാരിക്കുന്നില്ലേ ആ കുട്ടിക്ക് എന്താ ഒന്ന് പറഞ്ഞൂടെ, അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചോ, ഇപ്പൊ ഓരോ സ്റ്റുഡൻസ് വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നത്, പാരന്റ്സ് വന്ന് പറയണത് നിങ്ങൾ കേട്ടിരുന്നോ? അപ്പൊ നമ്മൾ ചിന്തിക്കണം ഇവരൊക്കെ എവിടെയായിരുന്നു നമ്മൾ ചിന്തിക്കാറില്ലേ. അതിന്റെ കാരണം എന്ത് എന്നാല് കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് വാങ്ങുക ഇത് മാത്രമല്ല. അതായത് എന്നോട് ടീച്ചർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈവൻ പാരന്റ് ആണ് എന്നോട് പെരുമാറുന്ന രീതി ശരിയല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടിക്ക് ഉണ്ടാവണം അല്ലേ. അല്ലെങ്കിൽ ഒരു അടിമയെ പോലെയല്ല നമ്മൾ സ്റ്റുഡൻ്റ് കുട്ടികൾ സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചാൽ അവർ അടിമയല്ല, അവരും നമ്മളെപ്പോലൊരു എന്താണ് ഒരു പൗരനാണല്ലേ. എല്ലാത്തിനും അവർ ബഹുമാനം അർഹിക്കുന്നുണ്ട്, അവർ സുരക്ഷിതത്വം അർഹിക്കുന്നുണ്ട്, എല്ലാം അർഹിക്കുന്നുണ്ട്. അപ്പൊ അവര് മനസ്സിലാക്കണം അവരെ ബൗണ്ടറി, അതായത് അവരെ റെസ്പെക്ട് ചെയ്യണം ടീച്ചേഴ്സ്. അത് റെസ്പെക്ട് ചെയ്യാതെ അവരെ അപമാനിക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ടീച്ചേഴ്സ് ആ ബൗണ്ടറിയാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. അത് ഈ ബൗണ്ടറി ക്രോസ് ചെയ്തു അത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കണം അല്ലേ. കുട്ടികൾ പേടിച്ചിരിക്കുകയാണ്, കാരണം അവരെ മാർക്കിനെ എഫക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു, അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയേ, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ വയസ്സ് എത്രയായിരിക്കും? ഒരു 17 മേലെയുള്ള കുട്ടികളായിരിക്കും അല്ലേ. 10, 20, 21 വയസ്സുള്ള കുട്ടികൾ പേടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണം. ഞാൻ ഈ ന്യൂസ് വന്ന സമയത്ത് എൻ്റെ മോനോട് ചോദിച്ചു അതെന്താ കുട്ടികൾ അങ്ങനെ ഒന്നും പറയാഞ്ഞത് എന്ന് ചോദിച്ച സമയത്ത് മോൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. നമ്മൾ പാരന്റ് എന്ന നിലയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നിങ്ങളുടെ സേഫ്റ്റിയാണ്. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്, എന്തും ആയിക്കോ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ നിങ്ങളുടെ സേഫ്റ്റിക്കാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സന്തോഷം ഇതൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്താണ്? കുട്ടി അവിടെ ഡെന്റൽ കോളേജിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും കംപ്ലീറ്റ് ഇല്ല, അത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ ആ കുട്ടി ഇല്ലാതാവുക എന്നുള്ളതിലും വലുതല്ലല്ലോ ഒന്നും. അപ്പൊ നമ്മുടെ മക്കളോട് എപ്പോഴും പറയേണ്ടത് അവരെ സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. അവര് ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. അവര് ജീവിച്ചിരിക്കുക മാത്രമല്ല അവർ സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തും വരുന്നുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ 56% ഓഫ്
56% of program delayed or reduced sexual activity among young people. അത് നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ സെക്ഷൽ ആക്ടിവിറ്റീസ് 56% ഡിലേ ചെയ്യുന്നത്. അവർ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, 17+ countries saw reduction in teen pregnancies after implementing CSE. ഇത് നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഇങ്ങനെ ന്യൂസിലൊക്കെ ടീനേജ് കിഡ്സ് പിള്ളേരൊക്കെ പ്രഗ്നൻ്റ് ആയി എന്നൊക്കെ പറയുമ്പം അവരുടെ സേഫായിട്ട് ഇരിക്കേണ്ട കുട്ടിക്കാലം, അവർ പഠിക്കേണ്ട കാലം, കളിച്ച് വരുന്ന സമയത്ത് അവർ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ ലോന് തെറ്റാണ്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. കുട്ടികൾക്ക് ഒരിക്കലും എന്താ പറയാ, അവരൊരിക്കലും അത്തരം സിറ്റുവേഷൻ അനുഭവിക്കാൻ പാടില്ല. ഈ ഒരു CSE പഠിക്കുന്നതിലൂടെ കൂടി അതുകൂടെ കുട്ടികളെ എന്താണ് സേഫ് ആക്കുന്നു, ടീനേജ് പ്രഗ്നൻസി കൂടെ കുറക്കുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയണത് എന്തൊക്കെയാണ് നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് പോകാം. എന്താണ് 5 to 8 ഉള്ള ആൾക്കാർക്ക്, അതായത് ഏജ് 5 മുതൽ 8 വരെയുള്ള പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ബോഡി പാർട്ട് പറഞ്ഞു കൊടുക്കും, പ്രൈവറ്റ് പാർട്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കും, പിന്നെ സേഫ് അൺസേഫ് ടച്ച്. ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധം ബോഡി പാർട്ടിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഈ സേഫും അൺസേഫ് ഒക്കെ ഞാൻ മിക്കവാറും സ്കൂളിലൊക്കെ പഠിപ്പിക്കാറുണ്ടല്ലോ അല്ലേ. അതുകൂടാതെ നമ്മൾ എന്താണ് ഈ ട്രസ്റ്റഡ് അഡൾട്ട് ആരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഞാനൊക്കെ എൻ്റെ മോന് സ്കൂളിൽ പോണ സമയത്ത് പറയുന്ന വെച്ചാൽ ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത്. പക്ഷെ നിനക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നീ അവിടെ ഉള്ളത് ടീച്ചറാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആരോടും തിരിച്ച് പ്രതികാരം ചെയ്യുമെന്നുള്ള വേണ്ട. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ടീച്ചറോട് പറയാം. ടീച്ചർക്ക് അത് നോക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വന്ന് പറയാം, എന്തും വന്ന് പറയാം. നമ്മൾ ആ സ്പേസ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ട്രസ്റ്റഡ് അഡൾട്ട് പറഞ്ഞു കൊടുക്കുക. ഫാമിലി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ് ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ സിംഗിൾ പാരൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും കുട്ടികളെ നോക്കുന്നത്. അപ്പം പല ടൈപ്പുള്ള ഫാമിലീസ് ഉണ്ടെന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ വരുന്ന കുട്ടികൾക്കും ഹാപ്പി ആയിട്ട് സ്കൂളിൽ ഇതാക്കാം. ഇനെന്താണ് ഏജ് 9 to 12 ആകുമ്പോൾ എന്താണ് പ്യൂബേർട്ടി, ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ട്, ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, പിയർ പ്രഷർ ആൻഡ് ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ് കൺസെൻറ്റ് ഇൻ ഫ്രണ്ട്ഷിപ്പ്, ഓൺലൈൻ സേഫ്റ്റി ആൻഡ് ബോഡി ഇമേജസ്. ഇത് നമ്മൾ പറയുന്നത് അല്ലേ. ബോഡി ഇമേജസ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല ക്രീം അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാണണല്ലേ. കുട്ടികളോട് പറയാം എല്ലാവരും യൂണീക്കാണ്, നമ്മൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. എല്ലാവരും യൂണീക്കാണ്. നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്നാണ് നമ്മുടെ ബോഡിനോട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബാക്കി എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. പിന്നെന്താണ് 13 to 15 ഏജ് ആകുമ്പോൾ എന്താണ് ഹെൽത്തി ആൻഡ് അൺഹെൽത്തി റിലേഷൻഷിപ്പ്, സെക്ഷൽ ഡെവലപ്മെന്റ് ആൻഡ് ഫീലിങ്സ്, കൺസെന്റ് ആൻഡ് ദ ലോ. അതായത് നമ്മുടെ ലോ എന്താണ് പറയണത്, 18 years old വരെ കിഡ്സ് ആണ്, നമ്മൾ ഒരു തരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റി എല്ലാം ഒഫൻസ് ആണെന്നൊക്കെയുള്ള നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലേ. പിന്നെ കോൺട്രാസെപ്ഷൻ, നിരോധനങ്ങൾ, പിന്നെന്താണ് സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട്. ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് റെസ്പെക്റ്റിങ് അതേഴ്സ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ജെൻഡർ ആയിരിക്കും അല്ലേ. നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അവരവരായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതെല്ലാവരും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി 16 to 18 years ഓൾഡ് ആവുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സെക്ഷൽ റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, പ്രഗ്നൻസീസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പിന്നെന്താണ് സീക്കിംഗ് ഹെൽത്ത് കെയർ ഇൻഡിപെൻഡൻ്റ്ലി, പിന്നെന്താണ് പ്ലാനിങ് ഫോർ ഹെൽത്തി അഡൾട്ട് റിലേഷൻഷിപ്പ്. അത് ഒരു 16 to 18 ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷനും സെക്ഷൽ ഹെൽത്ത് എന്തൊക്കെയാണ്, പ്രഗ്നൻസി എന്താണ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ഓവറോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ സിറ്റിസൺ ആവുന്നു എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടെ സിൻസിയർ ആയിട്ടും സീരിയസ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും നമ്മൾ മാറും എന്നുള്ളതാണ്. ഇനി ഞാൻ ടീച്ചേഴ്സിൻ്റെ റോളൊക്കെ വെച്ചാൽ നമ്മൾ ഇതിൽ കാണിച്ച പോലെ എന്താണ് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴും എന്താണ് ടീച്ചേഴ്സ് അവർ ഫാക്റ്റാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ. ടീച്ചേഴ്സിൻ്റെ ബിലീഫോ കാര്യങ്ങളോ ഒന്നും അല്ല പറയേണ്ടത്. നമ്മൾ ഫാക്ട്സ് പറയണം, സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. പിന്നെന്താണ് അപ്രോപ്രിയേറ്റ്, കുട്ടികളുടെ ഏജിനനുസരിച്ചുള്ള ലാംഗ്വേജ് ഉപയോഗിക്കണം. പക്ഷെ അതെന്താണ് എപ്പോഴും ഫാക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നോൺ ജഡ്ജ്മെൻറ്റിലും ആകണം. നമ്മളിങ്ങനെ മുൻവിധികളോടൊന്നും പറയരുത്. പിന്നെന്താണ്
കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, കൗൺസിലറിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ, പാരൻസിന് വേണമെങ്കിലൊക്കെ ടീച്ചേഴ്സ് അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുമാത്രമല്ല അവരുടെ സ്വകാര്യത മാനിക്കണം, അവർ സേഫ് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യണം. പിന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ടീച്ചേഴ്സാണ് എന്താണ് ആ ക്ലാസ് റൂം ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇടമാക്കി മാറ്റണം അല്ലേ. കുട്ടികൾക്ക് എന്തും ധൈര്യത്തോടെ ചോദിക്കാൻ, കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ധൈര്യത്തോടെ പറയാനുള്ള ഒരു ഇടമായിട്ട് ക്ലാസ് റൂമുകൾ മാറണം. പിന്നെ ഉള്ളതാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യരുത് എന്നുള്ളതാണ്. എന്താണ് ടീച്ചേഴ്സിന് എന്തെങ്കിലും വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ജീവിത രീതിയോ ഉണ്ടെങ്കിൽ അതൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കരുത്. കാരണം ഇതൊരു പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ഒരു കരിക്കുലാണ്. അത് അതിൻ്റെ രീതിയിൽ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ആ ഇൻഫോർമേഷൻ തന്നെ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാതിരിക്കുക. സെൻസിറ്റീവ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ടാവും അല്ലേ, അതിനെ പറ്റി നമ്മളെ അഭിപ്രായമല്ല പറയേണ്ടത്. പിന്നെന്താണ് കുട്ടികൾക്ക് അഡൾട്ട് കണ്ടന്റോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഒന്നും കാണിക്കാതിരിക്കുക. അല്ലെങ്കിൽ കുട്ടികളുടെ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ഒരുപാട് അവരെ ഇങ്ങനെ കുത്തി ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. പിന്നെന്താണ് ഒരിക്കലും ഒരു ടീച്ചർ പാരന്റ് അല്ല. ആ പ്ലേസ് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ടീച്ചറുടെ റോൾ എടുത്തിട്ട് അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പാരൻസിന്റെ റോൾ അല്ലേ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, യു ഡു നോട്ട് നീഡ് ടു ബി എൻ എക്സ്പേർട്ട്, യു ജസ്റ്റ് നീഡ് ടു ബി എൻ അവൈലബിൾ ആൻഡ് വില്ലിങ് ടു ടോക്ക്. ഇത് തന്നെയാണ് എനിക്ക് എല്ലാ പാരൻസിനോടും പറയാനുള്ളത്. നമുക്കെല്ലാം പഠിച്ചിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മളെ കുട്ടി നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു കുട്ടിയല്ല, വേറൊരു ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മളെ കുട്ടികളനുസരിച്ച് പല പഠനങ്ങളും ഒക്കെ നമുക്ക് മാറിയും രീതിയൊക്കെ മാറ്റേണ്ടി വരും. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പുവരുത്താം, എന്തും പറയാനുള്ള ഇടം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അവർക്ക് നമ്മളെ വിമർശിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അത് പറയാം, അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറയാം, അവരെ സന്തോഷങ്ങൾ പങ്കിടാം. എന്ത് പങ്കിടാനും എൻ്റെ പാരൻ്റെ അടുത്ത് നിന്ന് പറ്റണം എന്നുള്ളതാണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്. ഇനി എന്താണ് സ്റ്റാർട്ട് സിമ്പിൾ ആൻഡ് ഏർലി. ഓക്കെ, അത് നമ്മളെപ്പോഴും ചെറുതെന്ന് തുടങ്ങുക അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ ബോഡി പാർട്ടൊക്കെ പറഞ്ഞു കൊടുത്ത്, കൺസെൻ്റ് ഒക്കെ പറഞ്ഞു കൊടുത്ത്, ആ രീതിയിൽ ഒരു നല്ലൊരു ട്രസ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ് സ്റ്റേ കാം. ഇഫ് യു ലുക്ക് എംബാരസ്ഡ്, ചിൽഡ്രൻ ലേൺ ദ ടോപ്പിക് ഈസ് ഓഫ് ലിമിറ്റ്. എ കാം ടോൺ സേസ് ഇറ്റ് ഈസ് സേഫ് ടു ടോക്ക്. അതായത് കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ പറയുമ്പോൾ നമ്മൾ ഒരുമാതിരി ചിരിക്കുക അല്ലെങ്കിൽ ചമ്മിയ മുഖമാവുക, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരെന്താണോ പറഞ്ഞത് അതേ റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മളത് കേൾക്കുക, വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോഴും മാത്രം നാളെ അവർ വന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഇതെന്തോ അത് പറയാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഒരു രീതി കുട്ടികൾ മനസ്സിലാക്കുക. അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ ഏത് സിറ്റുവേഷനിലും ഇനി കുട്ടി പറയണത് കുറച്ച് നമ്മളെ പേടിപ്പിക്കുന്നയോ അല്ലെങ്കിൽ നമ്മളൊന്ന് അലേർട്ടാക്കുന്ന കാര്യമായിരിക്കും, അത് വളരെ കാമായിട്ട് തന്നെ നമ്മൾ ഡീൽ ചെയ്യാം. മേക്ക് ഇറ്റ് ഓൺ ഗോയിങ്. അതായത് എന്താണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു CSE ക്ലാസ് അറ്റൻഡ് ചെയ്തു, അതങ്ങനെയല്ല വരുന്നത്. ഇപ്പം പാരൻസ് അറ്റൻഡ് ചെയ്യാം ക്ലാസ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ അറ്റൻഡ് ചെയ്യാം ക്ലാസ്, പ്യൂബേർട്ടി ആയിട്ടുള്ള കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാം, അവരുടെ ചേഞ്ചസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഒരു പാരന്റ് എന്ന നിലയിൽ നമ്മുടെ ലൈഫ് ത്രൂ ഔട്ട് ഈ പ്രോസസ്സ് ഉണ്ട്. CSE എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്, അതാണ് കുട്ടീനെ സേഫ് ആക്കുന്നതും നിങ്ങളുടെ അടുത്ത് വരാനൊക്കെ പ്രേരിപ്പിക്കുന്നതും. പിന്നെന്താണ് പാരൻസിന്റെ റോള് സെയിം തന്നെ. നമ്മൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ആൻസറൊക്കെ പറയുക, എന്നിട്ട് ഒരു ഓപ്പൺ ഡിസ്കഷന് വേണ്ടി ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അല്ലേ, എന്ത് സംസാരിക്കാനുള്ളത്. പിന്നെ സ്കൂളിൽ സ്കൂളിൽ നിന്ന് പ്യൂബർട്ടിയുടെ ക്ലാസ് എടുത്തു, അപ്പോൾ നമ്മളേക്ക് എന്താ എടുത്തത്, അപ്പോൾ അവരിത് പറയുകയാണെങ്കിൽ അത് പഠിപ്പിച്ചോ ഇത് പഠിപ്പിച്ചോ, അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം, എന്താ മനസ്സിലായി, എന്ത് ഫീൽ ചെയ്തു, ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു എന്നൊക്കെ. അങ്ങനെ നമ്മൾ ചെറിയ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പം എന്തെങ്കിലും ടോപ്പിക്കൊക്കെ ഇട്ട് സംസാരിക്കുക. പിന്നെന്താണ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ നല്ലോണം അറിയാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം കുട്ടികളിൽ എന്ത് മാറ്റമാണെങ്കിലും, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ചെറിയ മാറ്റങ്ങളാണെങ്കിലും നമ്മളത് അവരോട് ചോദിക്കുക, വളരെ നന്നായിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന് അവർ സ്റ്റൈല് മാറും, നീ എന്താ ഇങ്ങനെ നടക്കണേ, ആ രീതിയിൽ നമ്മൾ ചോദിക്കരുത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് കേട്ടൊരു കാര്യമാണ്, റിയൽ ലൈഫ് സ്റ്റോറി കേട്ടോ. അതായത് ആളിപ്പോൾ ഒരു
അഡൾട്ടായി. അപ്പോൾ അവർ പറയുന്നതാണ് അവരുടെ ചെറുപ്പകാലത്തിലെ എക്സ്പീരിയൻസ്. അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ മുടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആളെന്താണ്, ഓട്ടോയിലാണ് സ്കൂളിൽ നിന്ന് തിരിച്ചു വരിക. അപ്പം ഓട്ടോയിൽ വരുന്ന സമയത്ത് ഈ ഓട്ടോ ഡ്രൈവർ, എല്ലാ കുട്ടികളും ഓട്ടോയിൽ കയറിയിട്ടല്ലേ ഓട്ടോ വിടുള്ളൂ. അപ്പോൾ ഈ കുട്ടി നേരത്തെ കയറിയിരിക്കുന്ന സമയത്ത് ഈ ഓട്ടോ ഡ്രൈവർ എന്ത് ചെയ്യുന്നറിയോ, ഈ കുട്ടിയുടെ വലിയ മുടി ആയതുകൊണ്ട് ഈ കഴുത്തിലൂടെ ഇങ്ങനെ കൈയിടും. അയാൾ അങ്ങനെ ടച്ച് ചെയ്യുമായിരുന്നു. അത് അൺകംഫർട്ടബിൾ ടച്ചിങ് ആയിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് അത് മനസ്സിലായിട്ട് കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കുട്ടി പിന്നെ എന്താണ്, നെക്സ്റ്റ് ഡേ തൊട്ട് മുടി ഫുള്ളും കെട്ടി വെച്ചിട്ട് വരാൻ തുടങ്ങി. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തൊടുമ്പോൾ കാണാൻ എല്ലാവരും കാണുമല്ലോ, ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടി പറയണത് എന്താ വെച്ചാല്, ആളിപ്പോ അഡൾട്ടാണ്. ആ അഡൾട്ട് പറയുന്നത് വെച്ചാല്, ഞാൻ ആ സമയത്ത് മുടി കെട്ടിയ സമയത്ത് എന്നെ എല്ലാവരും അപ്രീഷിയേറ്റ്, നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ, പക്ഷെ ആരും തന്നെ ചോദിച്ചില്ല നീ എന്താ ഇങ്ങനെ കെട്ടിയത്, എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വിഷമം പങ്കുവെക്കുമായിരുന്നു. അതുകൊണ്ട് ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ മക്കൾ ചിലപ്പം ഡ്രസ്സിങ് സ്റ്റൈല് മാറ്റിയതാവാം, അല്ലെങ്കിൽ അവർ ചിരിച്ചുകൊണ്ടിരിക്കണം, അവർ കുറച്ചൊന്ന് മൂഡ് ഓഫ് ആയതാവാം, ചിലപ്പോൾ എന്തെങ്കിലും കാര്യമാവാം. നമ്മൾ അതിനുള്ള സ്പേസ് നമ്മുടെ മക്കളുടെ അടുത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. അവരുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് നല്ലൊരു ഫ്രണ്ട്സിനൊക്കെ വിളിച്ചൊരു ഭക്ഷണമൊക്കെ കൊടുക്കുക, അവരുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കുക, അങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർ അവരുടെ വിഷമങ്ങൾ കൂടെ നമ്മളോട് പറയും. നെക്സ്റ്റ് ലാസ്റ്റ് ആണ് എന്താണ്, പാരൻസ് ടീച്ചേഴ്സ് വർക്ക് ടുഗെദർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഇത് ഒരാളുടെ മാത്രം ഡ്യൂട്ടിയല്ല, ഒരുമിച്ച് നിന്നിട്ട് നമ്മൾ ഇത് ചെയ്യണം എന്നുള്ളത്. പാരൻസ് ഈ പഠിപ്പിക്കണം, നമ്മൾ എപ്പോഴും പറയില്ല അക്കാഡമി ഒക്കെ ടീച്ചേഴ്സിൻ്റെ ജോലിയാണ്. അത് അങ്ങനെയല്ല. നമ്മൾ കുട്ടികൾ എന്തൊക്കെ കരിക്കുലം പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ എന്തെങ്കിലും നമുക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു, അത് പഠിപ്പിച്ചത് അങ്ങനെയാണോ, നമ്മൾ എന്താ വേണ്ടത്, കുട്ടികളടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് കുട്ടികളോട് ചോദിക്കുക, കുട്ടികൾ പറഞ്ഞു, നമ്മൾ ടീച്ചറോട് തന്നെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ്, ടീച്ചർ അത് അങ്ങനെയാണോ പഠിപ്പിച്ചത്, ഇങ്ങനെയാണോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറും. അത് ആ ഒരു നല്ലൊരു ബോണ്ട് നല്ലതാണ്. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ അറിയാനും അവിടെ സേഫ് ആണോ, നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ അറിയേണ്ടത് നമ്മുടെ മക്കൾ എന്താണ്, സേഫ് ആണോ എന്നുള്ളതാണ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ പിന്നെ ക്ലാസ്സിൽ എന്താണ്, എന്തെങ്കിലും പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വീട്ടിലത് ചെയ്യുക, കാര്യങ്ങൾ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവും. ഇങ്ങനെ ഒരുമിച്ച് സ്കൂളും പാരൻസും കൂടെ ചെയ്യുന്ന സമയത്ത് CSEയുടെ റിസൾട്ട് വളരെ നന്നായിട്ട് കുട്ടികളുടെ സേഫ്റ്റിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ലാസ്റ്റ് ആണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അല്ലേ. ചിലർക്കൊക്കെ എന്താണ് അറിയണ്ടാവില്ല, ഏറ്റവും ചെറിയ പിള്ളേരോട് എങ്ങനെ പറയാന്നുള്ളത്. അതിൽ എങ്ങനെയാണ് നിങ്ങളുടെ എന്താണ്, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ശരീരം നിങ്ങളുടേതാണ്, അത് ഒരാൾ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ തൊടാൻ പറ്റില്ല. അത് ഇപ്പം എൻ്റെ മോളിപ്പം കുറച്ച് നേരത്തെ പറഞ്ഞു വെച്ചാൽ അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞു കിസ്സിങ് ഗെയിം കളിക്കാണ്. അവരോട് എന്ത് പറഞ്ഞു, നോ പറ്റില്ല, നമ്മൾക്ക് അതിൽ ഇടപെടേണ്ട വന്നില്ല. അവളത് ചെറിയ കുട്ടിയാണ്, 6 വയസ്സാണ്. പക്ഷെ അത് പറഞ്ഞപ്പോൾ അവള് കൃത്യമായി നോ വന്ന് പറഞ്ഞു, നമ്മളോട് അത് വന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതിലൊന്നും പറയാനില്ലല്ലോ അല്ലേ. അതാണ് കുട്ടികളത് നമ്മൾ എപ്പോഴും പറയും, നിന്റെ ബോഡി നിന്റെ മാത്രമാണ്, അതാരും അതിൽ അനാവശ്യമായി ടച്ച് ചെയ്യാൻ പാടില്ല, എന്ത് അൺകംഫർട്ടബിൾ ആയി തോന്നിയാലും വന്ന് പറയാന്നുള്ളത്. പിന്നെ ആഫ്റ്റർ സ്കൂൾ നമ്മൾ ചോദിക്കില്ല എന്ത് പഠിച്ചു, എന്താണ് എന്തെങ്കിലും ഫണ്ണായിട്ടുള്ളത് ക്ലാസ്സിലുണ്ടായോ, ഫ്രണ്ട്സൊക്കെ എന്ത് പറയണു, എന്തെങ്കിലും സർപ്രൈസിങ് ആയിട്ടുള്ളത് തോന്നിയോ എന്നൊക്കെ നമ്മൾ ചോദിക്കുക. പിന്നെ പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, കുട്ടികളോട് ആദ്യം പറയാം അല്ലേ, നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരും, അത് ഭയങ്കര നോർമലാണ്, അതിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, നിങ്ങളും കേൾക്കുക. പിന്നെ കുറേ ബുക്സൊക്കെ, നല്ല ബുക്സൊക്കെ കിട്ടും, അത് ഒരുമിച്ചിരുന്ന് വായിക്കുക, അതിലെ ടേംസ് ഒക്കെ മനസ്സിലാക്കുക. എന്തായാലും ഇവർ ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, ആ സ്ട്രെങ്ത് മതി കുട്ടികൾക്ക്. പിന്നെന്താണ്, കുട്ടികളൊരു സ്ക്രീന് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം അവരോട്, സ്ക്രീനിൽ പല സീൻസും ഉണ്ടാവും അല്ലേ, എന്തെങ്കിലും ന്യൂഡിറ്റി എന്തെങ്കിലും കണ്ടാൽ അവരോട് പറയാം, നിങ്ങൾ എന്ത് കണ്ടാലും അത് നമ്മളോട് പറയാം. അൺകംഫർട്ടബിളായി തോന്നി അല്ലെങ്കിൽ അത് ശരിയല്ലാതെ തോന്നിയെങ്കിൽ നമ്മളോട് പറയാം. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ, അങ്ങനെയാണ്, അത് ശരിയായ കാര്യമല്ല. ഇപ്പം ചില കുട്ടികളൊക്കെ ഉണ്ടാവും എന്താണ് ചെറുപ്പത്തിലെ തന്നെ പോൺസായിട്ടൊക്കെ കാണുന്നവർ, അതെന്ന് പറയാം അതൊന്നും ശരിയായതല്ല, എത്തിക്കൽ പോൺ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ കാര്യങ്ങൾ കുട്ടികളോട് കൃത്യമായിട്ട് പറയാം. അല്ലാതെ നീ ഇത് കണ്ടല്ലേ, ഇനി നിനക്ക് ഫോൺ തരില്ല അല്ലെങ്കിൽ നിനക്ക് സ്ക്രീന് തരില്ല എന്നല്ല നമ്മൾ പറയേണ്ടത്. അവര് നമ്മളോട് വന്ന് പറയണം, മനസ്സിലായോ. അല്ലെങ്കിൽ അവരുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പറയണം, നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു ടീനേജറിനോട് നമ്മൾ എന്ത് പറയണം,
എന്താണ് നമ്മൾ എന്താണ് നിങ്ങൾ വളരുന്നതെന്ന് മനസ്സിലാവുന്ന എന്തുണ്ടെങ്കിലും ഇനി ഓക്വേർഡായിട്ടോ ഫീൽ ചെയ്യുന്നെങ്കിലും അതൊരു എന്താണ് നമുക്കൊരു ചമ്മലോ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് പറയാട്ടോ ഒന്നും പറയാനുള്ള സ്പേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മക്കളോട് വളരെ സൗഹൃദത്തോടെ പെരുമാറാം. ഇതൊക്കെയാണ് CSCയുടെ ഭാഗമായിട്ട് പറയാനുള്ളത്. നമ്മൾ ചുരുക്കി പറഞ്ഞ ചെറിയ കോൺവെർസേഷൻ ഉണ്ടാക്കുക, പിന്നെന്താണ് നന്നായി സംസാരിക്കുക, പിന്നെ സ്കൂളുമായിട്ട് ഒരു കരിക്കുലൊക്കെ നോക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് CSCയുടെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു CSCയുടെ ഗോൾ എന്ന് പറയണത് എപ്പോഴും എന്താണ് കുട്ടികളുടെ സേഫ്റ്റിയാണ്, പിന്നെന്താണ് അവരെ നല്ല ഡിസിഷൻ എടുക്കാനും പ്രാപ്തരാക്കുന്നതിനാണ്. അതിൽ നമ്മുടെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. പിന്നെ മനസ്സിലാക്കുക നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ അവർ സേഫ് ആയിരിക്കും. നമ്മുടെ അടുത്തേക്ക് വരാൻ മടിക്കുന്ന കുട്ടികളെ നമ്മൾ നോക്കണം. അവരും നമ്മുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് CSCനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഷഹനാസ് ജി, യെസ്. ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അത് കാരണം ഓക്കെ മെഡിക്കൽ നോളജ് ഒന്ന് ഷെയർ ചെയ്യാം. കാര്യം ഓക്കെ. വെച്ചാല് അധികം സമയമില്ലാത്ത കാരണം ഞാൻ ഒരു 1.5 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഓ നോ പ്രോബ്ലം. മിസ് ഇൻഫർമേഷൻ അത് ഇന്ന് ഈ എസ്പെഷ്യലി ഈ പോർണോഗ്രാഫി വളരെ വളരെ ഇന്നത്തെ ടീനേജേഴ്സ് പിള്ളേർ ഒരുപാട് പേര് മിക്കവരും അത് കാണുന്നുണ്ട്. അതിൽ നിന്നുള്ള മിസ് ഇൻഫർമേഷൻ വെച്ചാല് അവര് കാണുന്നത് ഈ പീനീസിന്റെ അതിലുള്ള പോൺ ആക്ടേഴ്സ് എല്ലാം 8 ഇഞ്ച് 10 ഇഞ്ചൊക്കെ നീളത്തിലിരിക്കുന്നതുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവർ വിചാരിക്കും ഇവരുടെ അത് വളരെ കുറവാണ്, ചെറുതാണ്. പക്ഷേ ഇവർക്ക് ആ വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ടാണ് ആവറേജ് ലെങ്ത് ഒരു 5 5.5 ഇഞ്ചിന് ഇടയ്ക്കേ ഉള്ളൂ എറക്ട് പീനീസ്. അത് മനസ്സിലാക്കാതെ ഇവർക്ക് വല്ലാത്ത പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ ഈ ലിംഗത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ക്രീം, ഗുളികകൾ, വേറെ പലതും എല്ലാം വിൽക്കുന്നതിന്റെ കാരണം ഈ മിസ്ഇൻഫർമേഷൻ. അതുകൊണ്ട് ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് ഈസ് ഇത് കാര്യമായിട്ട് ഫോർമലായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതെ. പിന്നെ ഒന്ന്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ലോകത്ത് എവിടെയും ഇല്ലാത്തത് പ്രബുദ്ധ കേരളത്തിലാണ് ചുംബന സമരമൊക്കെ നടത്തിയിട്ടുള്ളത്. അതും കൂടെ ഓർത്തോളണം കേട്ടോ. ലോകത്ത് എവിടെയില്ല. ഇങ്ങനെ അവിടെ എല്ലാം തലതിരിഞ്ഞ പല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. സാറ് പറഞ്ഞപ്പോഴാണ് നമ്മൾ പ്യൂബേർട്ടി ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഡൗട്ട്സ് ഒക്കെ വരുന്നത് ഈ പീനസിന്റെ ലെങ്ത്തിലാണ്. അത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ CSC മോനോട് പറഞ്ഞ സമയത്ത് മോൻ പറഞ്ഞു, ഓ എൻ്റെ പീനസ് ഒക്കെ കറക്റ്റ് ഇറക്റ്റഡ് ആയിട്ട് കറക്റ്റ് സൈസാണ്. അത് നമ്മുടെ ഇന്ത്യൻ സൈസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ കൺട്രിക്ക് ഓരോ സൈസ് ആയിരിക്കും. പിന്നെ ഈ സൈസിൽ വല്ല കാര്യമില്ല, മനസ്സിലായോ? കുട്ടികൾ വിചാരിക്കണം ഈ സൈസിലാണ് എല്ലാ കാര്യവും കിടക്കുന്നത് എന്നുള്ളത്. അങ്ങനെ കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്ന സ്ട്രെസ് ഉണ്ട്. അത് നമ്മൾ ഈ ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിക്കുമെങ്കിൽ കൂടിയും അവർ അനാവശ്യ സ്ട്രെസ്സാണല്ലോ അവർക്ക് ഉണ്ടാവുന്നത് ആ ഒരു ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട്. അത് ഡോക്ടർ പറഞ്ഞ വളരെ വലിയൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ടീനേജിനുള്ള ക്ലാസ്സസിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്. അതുപോലെ എന്താണ് ഇതിനെ കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ അത് ഇതൊന്നും ജസ്റ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള അതിലൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഇൻഫോർമേഷനൊക്കെ കൊടുക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്. ഷഹനാസ് ജി, വേറൊരു കാര്യം കൂടെ ഈ ഇരിക്കുന്ന മിക്കവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നോർമൽ വജൈന അതിന്റെ ലെങ്ത് ഒരു 3.5 ഇഞ്ച് മുതൽ ഒരു 4.5 ഇഞ്ച് വരെ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ 8 ഇഞ്ച് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അകത്ത് കയറാനായിട്ട് ഈ 4.5 ഇഞ്ച് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം പുറത്താ കിടക്കുന്നത്. ഒരു 10 ഇഞ്ച് ഉണ്ടെങ്കിലും അത്രയും അകത്ത് കയറാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാക്കുക കഴിഞ്ഞാൽ തന്നെ പകുതി ആങ്സൈറ്റി എല്ലാം മാറിക്കിട്ടും. ഇതായാലും ഞങ്ങളിവിടെ ഇത് ചെയ്യുന്നതല്ലേ, ഈ സ്പെക്കുലം വജൈന എക്സാമിൻ ചെയ്യാനായിട്ട് ഞാൻ തന്നെ എത്രയോ വജൈന പാർട്ട് ഓഫ് ദി എക്സാമിനേഷൻ. അപ്പൊ ആ സ്പെക്കുലത്തിന്റെ നീളം 3.5-4 ഇഞ്ചേ ഉള്ളൂ കേട്ടോ. അത് നേരെ അങ്ങ് അറ്റം വരെ എത്തുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഈ 8 ഇഞ്ചും 10 ഇഞ്ചിനും വേണ്ടി അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നത് അത് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. ഓക്കെ, തീർച്ചയായും അത് ഡോക്ടർ പറഞ്ഞ വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ എപ്പോഴും കാണണം കുട്ടികൾക്ക് ഉണ്ടാവണ
ഒരു ബുദ്ധിമുട്ട് അത് ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, നമ്മൾ കറക്റ്റ് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടികൾക്ക് ആ സമയത്ത് പറഞ്ഞു കൊടുക്കുക. അവരെന്തായാലും പ്യൂബർട്ടിയിൽ എന്തായാലും ഇമോഷണൽ ആയിട്ടുള്ള നമുക്ക് ദേഷ്യം കാണാം, അവരുടെ സാഡ്നെസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ അനാവശ്യമായിട്ടുള്ളൊരു സ്ട്രെസ് അതൊരിക്കലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ വരുമ്പോൾ പിന്നെ അവർ വേറെ എവിടെ ഇന്റർനെറ്റിലൊന്നും തപ്പി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കൃത്യമായിട്ട് പാരൻസ് തന്നെ അല്ലെങ്കിൽ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്ത് അതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ആരെങ്കിലും? Good evening, ma'am. I really appreciate you for handling such a informative topic. CSC ഇത് ഞാനിപ്പോ കുറെ ആയിട്ട് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ളത് കൊണ്ട് ഇതിങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട് സ്കൂൾ കുട്ടികൾക്ക് എന്ന് പറയുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഈസ് ബീങ് ഇംപ്ലിമെന്റഡ്. കുറച്ച് കാലമായിട്ട് ഐ എം നോട്ട് ഇൻ ടു സ്കൂൾ ടീച്ചിങ്. സോ ഇറ്റ് ഈസ് എ മസ്റ്റ്. പക്ഷെ മാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ഏജ് അപ്രോപ്രിയേറ്റ് ആണ്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും ഈ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അത് റോങ് ആയിട്ടാണ് ഇൻഫോർമേഷൻ പോവുക. സോ ഈ ഒരു എഡ്യൂക്കേഷന്റെ ആ ഒരു വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. പിന്നെ എനിക്ക് നെക്സ്റ്റ് ടൈം ഫെയിൽ ചെയ്തത്, ബിക്കോസ് ഞാൻ ബേസിക്കലി ലീഗൽ ഫീൽഡിൽ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ പോക്സോ കേസസ് ആണ് കോടതിയിൽ. ഇപ്പോ വൺസ് അപ്പോൺ എ ടൈം ഞാൻ പ്രാക്ടീസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ കേസസ് ഉണ്ടായിരുന്നില്ല. മേ ബി ഇറ്റ് വാസ് നോട്ട് കമ്മിങ് ഔട്ട്, പുറത്ത് പറയാതെ ഇരിക്കും. പക്ഷെ ഇന്ന് കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി ഗേൾസ് അവെയർ അല്ല. പിന്നെ മാം പറഞ്ഞ ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ഇറ്റ് ഈസ് ഡൺ ബൈ ദി വെരി ട്രസ്റ്റഡ് പേഴ്സൺ. ആരാണ് ഈ ട്രസ്റ്റഡ് പേഴ്സൺ? എന്റെ കുറെ കേസുകൾ ഞാൻ കണ്ടിരിക്കുന്നത്, ഈവൻ ടുഡേസ് വേൾഡില് ഫാദർ കനോട്ട് ബി ട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യം വളരെ കഷ്ടമാണ്. മദർ കാൺ ബി ട്രസ്റ്റഡ്, ഫാദർ കാൺ. ഇപ്പൊ ഒക്കെ നമ്മൾ മദേഴ്സ് കേസുകളായിട്ട് കാണുന്നത് കോടതിയിൽ വരുമ്പോൾ റിയലി പീപ്പിൾ ലൈക്ക് മീ ഓഫ് മൈ ഏജ് നോ വി ഫൈൻഡ് ഇറ്റ് സോ ഡിഫിക്കൾട്ട്. ഹൗ ഇസ് ദിസ് ഹാപ്പനിങ് ഇൻ സച്ച് എ സൊസൈറ്റി? ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് എവിടെ, ഹൗ ടു സോൾവ് ദിസ്, how to find it? So this can be a solution for that, but how far it can completely make the children safe എന്നുള്ളത് children's mindset മാറണം. And parents education is required, schools education is required. Only then I think we can at least minimize it. Minimize ചെയ്യാൻ പറ്റുവാണെങ്കിൽ വലിയ കാര്യമാണ്. പിന്നെ നമ്മൾ ഈ കോടതിയിലെ കേസ് വന്ന ശേഷം പേരൻസ് തന്നെ പറയുന്നത് എന്താണ്, കേസ് വിഡ്രോ ചെയ്യാം, കേസ് വിഡ്രോ ചെയ്യാണ്. അപ്പൊ പിന്നെ വെർ ഇസ് ദി സൊല്യൂഷൻ? അഗെയിൻ ഇതിന്റെ ഈ പേഴ്സൺ പിന്നെയും വേറെ ഒരാളിനെ വിക്ടിം ആക്കുമെന്നല്ലാതെ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ബിക്കോസ് മിക്കവാറും നമ്മുടെ സൊസൈറ്റിയിൽ എന്താ സംഭവിക്കുന്നത്, യുവർ പ്രസ്റ്റീജ് ഇസ് ലോസ്റ്റ്, യുവർ സ്റ്റാറ്റസ് ഇസ് ലോസ്റ്റ്. ഈ രീതിയിലേക്ക് പോണത് കൊണ്ട് എനിവേ മാം ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. ദർ ഇസ് എ വെരി ബോൾഡ് ടോപ്പിക്. ഹൗ ഫാർ ഇറ്റ്സ് ഡിഫിക്കൾട്ട്, വെരി ഡിഫിക്കൾട്ട്. ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് ഒരു ട്രെയിനിങ് സെഷൻ ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഐ അപ്രിഷിയേറ്റ് യു ഫോർ ദാറ്റ്. ആൻഡ് ഐ തിങ്ക് ഓൾ ഓഫ് us who joined today have been educated a lot. Thank you, ma'am. And Thank you so wishing you. much. ചന്ദ്രാജി, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രം. ഈ പോക്സോ Yes. കേസൊക്കെ വിഡ്രോ ചെയ്യാൻ അലോ ചെയ്യാൻ പറ്റുമോ? ചില ക്രിമിനൽ കേസ് ചിലതൊക്കെ വന്നിട്ട് വൺസ് ദാറ്റ് വൺ ഇറ്റ് ഈസ് റിവോക്കബിൾ ആണോ? It's happening, sir. It's happening because when the party who has given complaint, it does not want to proceed with it, then who is interested? Interested party ke താല്പര്യമില്ല. It's happening, sir. Because അവര് പറയാണ് ഞങ്ങൾ തമ്മിൽ സെറ്റിൽ ആയി പറയാം. ചിലപ്പോ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യുന്നുണ്ട്. So unnecessarily court is not ready to get involved in settling the matters. It is settling, sir. സെറ്റിൽ ആയിക്കൊണ്ട് പോവാണ്. ദോ ലോ എന്ത് പറഞ്ഞാലും the person who filed the complaint, when he is withdrawing, what can the court do? What can the judges do? Judges can't do anything. നമുക്ക് താല്പര്യമില്ല, ഫിനിഷ്. അവര് വിഡ്രോ ചെയ്യാണ് സർ. ഇതില് മാം പറഞ്ഞ ട്രസ്റ്റഡ് അഡൾട്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലൊക്കെ നമ്മൾ ചൈൽഡ് റൈറ്റ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതായത് കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ആയാലും എന്തായാലും ബുക്സ് ആയാലും ഡ്രസ്സ് ആയാലും അതൊന്നും തന്നെ നമ്മൾ ഔദാര്യം എന്നല്ല, അത് അവരുടെ റൈറ്റ് ആണ്. അവർ ആരുടെ കൂടെയാണ്, നിങ്ങളുടെ പാരൻസ് ആണോ ടീച്ചേഴ്സ് ആണോ ഒന്നും മാറ്റർ അല്ല.
അവരാരുടെ കൂടെ ഉണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ നോക്കുക എന്നുള്ളത്, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത്, അവരെ ഹാപ്പി ആയിട്ട് ഈവൻ പ്ലേയിങ് പോലും അവരുടെ അവകാശമാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, ചൈൽഡ് റൈറ്റ്, നിന്റെ റൈറ്റാണ്, നിനക്കെല്ലാം ഇതൊക്കെ കിട്ടുക. അല്ലാണ്ട് ഐഫോൺ കിട്ടുക അതല്ല പറയണത്, ബേസിക് ആയിട്ടുള്ള എല്ലാ റൈറ്റും നിനക്കുണ്ട്. പാരൻസിനോ ടീച്ചേഴ്സിനോ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും എന്നുള്ള രീതിയിൽ അവര് നമ്മളെപ്പോലത്തെ ഒരു സിറ്റിസൺ ആണല്ലേ, നമ്മുടെ മക്കള് അവർക്ക് എല്ലാ അവകാശവും ഉണ്ട് എന്നുള്ള നമ്മളെ കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു ചൈൽഡ് റൈറ്റും എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന രീതിയിലല്ല, അതെങ്ങനെയാണെന്നുള്ള അവരെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ബോത്ത് പാരന്റ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ ഒരു എഫേർട്ട് ഇടണം തന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് മാം. ഷഹനാജി പറയാൻ പിന്നെ വിട്ടുപോയ ഒരു ഒരു കാര്യം കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതായത് റിലീജിയസ് ലീഡേഴ്സ് സൂക്ഷിക്കണം. ഒരുപാട് ഇതിന്റെ ഇറസ്പെക്ട് ഓഫ് ദി റിലീജിയൻ, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, എത്ര എന്നറിയാം പെഡോഫൈൽസ് ഉണ്ട്, പെഡോഫൈൽസ് ആയിട്ടുണ്ട്. അവർ ഇത് ചെയ്തിട്ടുള്ളത് എത്രയോ കേസുകളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, അമേരിക്കയിൽ തന്നെ ഉണ്ട്. അവസാനം അവിടെ വത്തിക്കാൻ പോപ്പിന്റെ അവിടെ നിന്ന് മില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുത്താണ് അതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്, കോമ്പൻസേഷൻ ആയിട്ടൊക്കെ മില്യൺസ് ഓഫ് ഡോളേഴ്സ്. അതുകൊണ്ട് ഇവരെ ക്വൈറ്റ് അൺസസ്പെക്ടിങ് ഈ പാരന്റ്സ് എല്ലാം വിശ്വസിക്കും. അവരെല്ലാവരും വൾച്ചേഴ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ ആട്ടിൻ തോല് ധരിച്ചിരിക്കുന്ന ചെന്നായ്ക്കളാണ് ദീസ് റിലീജിയസ്, ദീസ് പീപ്പിൾ, മെനി പീപ്പിൾ ആർ ദെയർ. സാറ് പറഞ്ഞത് ശരിയാണ്. നമ്മൾ മാക്സിമം അവയർനെസ് കൊടുക്കുക അല്ലേ, നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വാല്യൂ ഒക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, നിങ്ങളുടെ കുട്ടികളോടും നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ഇതിന്റെ ഇമ്പോർട്ടൻസ്, എപ്പോഴും പാരന്റ്സും ടീച്ചേഴ്സും ആയിരിക്കും കുട്ടികളോട് അടുത്തിരിക്കണത്, അല്ലാണ്ട് CSE എഡ്യൂക്കേറ്റർ ആയിരിക്കില്ല. നമ്മൾക്ക് നിങ്ങളൊക്കെ അവയർനെസ് ഒക്കെ തരാനേ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മളിത് മുന്നോട്ട് പോവുക. താങ്ക് യു സോ മച്ച് വാല്യുബിൾ കമന്റും ഒക്കെ പറഞ്ഞതിന്. മാം, യെസ്, ഞാൻ വളരെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ നല്ല സബ്ജക്റ്റ്, ആൻഡ് വളരെ നന്നായി പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അതിന് താങ്ക് യു. ഇനി ഞാൻ ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഈ കേസ് ഈ CSEകൾ കിട്ടിക്കഴിയുമ്പോൾ ഇത് കുറെ പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വിക്ടിമൈസ് ചെയ്യപ്പെട്ടു പോകുന്നുമുണ്ട്. ഈ അടുത്ത് കോടതി തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വശവും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ഒരഭിപ്രായം എനിക്കുണ്ട്. മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അതായത് ഈ പോക്സോ കേസുകളൊക്കെ എന്താ പറയുക, ഒരു വ്യക്തിഹത്യക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതുണ്ട്. അത് ഇപ്പൊ എല്ലാത്തിലും നമ്മൾ എന്ത് ആക്ട് എടുത്തതിനാലും നമ്മൾ എന്തിനാണ് അത് ചെയ്യണത്, കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതാണ് നമ്മുടെ മെയിൻ. അത് ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അത് അത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ CSE ക്ലാസ്സുകൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇത് കുട്ടികളെ കൊണ്ട് മറ്റു മുതിർന്നവർ ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. പക്ഷെ അതിന്റെ ഒരു അപകടാവസ്ഥ അല്ലെ അതിന്റെ ഒരു സീരിയസ്നെസ്സും കൂടി ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, തീർച്ചയായും അത് മനസ്സിലായി. നമ്മൾ ആ രീതി തന്നെയാണ്. കാരണം നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ പറയുന്ന ബൗണ്ടറി ഈവൻ പറയുന്ന സമയത്ത് പോലും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇല്ലാതൊരു കാര്യം ചെയ്യിപ്പിക്കാനുള്ള അവര് ബൗണ്ടറി ക്രോസ് ചെയ്യുന്നതാണല്ലോ ചെയ്യുന്നത്. അത് ഓരോ പാർട്ടായി നമ്മൾ പറയുന്ന സമയത്ത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു. ഫൈസൽ സർ ക്ലാസ് ഉണ്ടോ? ഫൈസൽ സർ ക്ലാസ് ഉണ്ടോ? ഹലോ, ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാതിരുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് പതുക്കെ വൈൻഡപ്പിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? അതെ, ഇന്ന് കുറച്ച് അധികം സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് വേറെ സെഷൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. എനിവേ, ഓവറോൾ നല്ല സെഷൻ ആയിരുന്നു. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇത്തരം സെഷനുകൾ എടുക്കാൻ എല്ലാവരും വില്ലിങ് ആവില്ല. അപ്പോൾ അങ്ങനെ വില്ലിങ് ആയി അത് ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമം, അപ്പോൾ ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ എന്നുള്ള രൂപത്തിലുള്ള ഒരു ശ്രമം ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ. ഒരുപാട് ഇത്തരത്തിലുള്ള സെഷനുകൾ എടുക്കാനും ഒരുപാട് ആളുകളിലേക്ക്, ഒരുപാട് കുട്ടികളിലേക്ക്, പേരൻസിലേക്ക്, ടീച്ചേഴ്സിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല PPT ഒക്കെ നന്നായി സെറ്റ് ചെയ്ത്
പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് ആണ് ഇവിടെ ഷെനാസ് മാം എത്തിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു നല്ല തുടക്കമാവണം. ഒരുപാട് സെഷനുകൾ, ഇത്തരത്തിലുള്ള സെഷൻ, ഇതിന്റെ കണ്ടിന്യൂവേഷൻ സെഷനൊക്കെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് കീഴിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കോഴ്സ് ഒക്കെയാണ് മാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇനിയും സെഷനുകൾ എടുക്കണം, ഡെപ്ത് ആയിട്ടുള്ള സെഷനുകളൊക്കെ എടുക്കുക. അങ്ങനെ കൂടുതൽ ആളുകൾ അറിയട്ടെ, കൂടുതൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് ക്ഷണിക്കപ്പെടട്ടെ. അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് നല്ല കരിയർ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റണം. അപ്പൊ അതിന് ഷെനാസ് മാമിന് എല്ലാവിധ സന്തോഷങ്ങളും ഭാവുകങ്ങളും ഒക്കെ അറിയിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നല്ല സെഷൻ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ഷെനാസ് മാമിനുള്ള സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഷെനാസ് മാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഫുൾ ടൈം ആയിട്ട് തന്നെ എത്തിച്ചേരുകയും Intro അതെ Hasina ma'am. യെസ്, ഹസീന മാം ഇവിടെ ഉണ്ടോ? ഹസീന മാം ലെഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇൻട്രോ വളരെ മനോഹരമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത നമ്മുടെ ഹസീന മാം, അതേപോലെ തന്നെ ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ട്രെയിനേഴ്സ് ബാച്ചിലെ അംഗങ്ങൾ, അതേപോലെ തന്നെ മറ്റു ആളുകൾ, എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു ട്രെയിനർ പുതിയൊരു വിഷയവുമായിട്ട് നമ്മളോട് സംവദിക്കാനെത്തും. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോ ബൈ ബൈ അല്ലേ. ഗുഡ് നൈറ്റ്. Thank you. Good night. Thank you. Good night, Night, sir. sir. Good night, Good ma'am. night, all. Good night, all. Good night.